الحمد لله حمدا كثيرا طيبا مباركا فيه. الصلاة والسلام على خاتم الأنبياء والمرسلين نبينا الحبيب محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സംഘടനാ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ സമയം വൈകിട്ടാണ് ഈ പ്രോഗ്രാം നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞത്. സ്വാഭാവികമായും അതിൻ്റെ ഒരു ഷെഡ്യൂളിലെ താളപ്പിഴ നമ്മുടെ പരിപാടിക്കുടനീളം സംഭവിക്കും എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കറിയാം. അതുകൊണ്ട് ആമുഖങ്ങളൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ വിഷയത്തിലേക്ക് പ്രവേശിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൊപ്രക്കളത്ത്, തൃശ്ശൂർ ജില്ലയിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമായ കൊപ്രക്കളത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ്റെ പ്രവർത്തകന്മാർ ഒരു ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. ആ ജില്ലാ സമ്മേളനത്തിൽ അവർ പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അതിശക്തമായ വിയോജിപ്പ് കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ പ്രവർത്തകന്മാർക്കുള്ളത് പങ്കുവെക്കുവാനാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്താണ് രണ്ടു കൂട്ടർക്കും ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം എന്നത് ഒന്ന് പരാമർശിച്ചുകൊണ്ട് തന്നെ വിഷയത്തിലേക്ക് പ്രവേശിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് വിസ്ഡത്തിനും KNM-നും ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം? പ്രധാനമായ അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രാർത്ഥനയ്ക്ക് പറയുന്ന വ്യാഖ്യാനം അല്ലെങ്കിൽ വിശദീകരണം, മനുഷ്യന്റെ ഏത് സഹായത്തേട്ടമാണ് പ്രാർത്ഥനയാകുന്നത്, ഏത് സഹായത്തേട്ടമാണ് പ്രാർത്ഥനയാകാത്തത് എന്ന വിശദീകരണത്തിന് കേരള നദ്വത്തുൽ മുജാഹിദീൻ പറയുന്ന വ്യാഖ്യാനവും വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ പറയുന്ന വ്യാഖ്യാനവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് നമ്മുടെ വിഷയത്തിന്റെ കാതൽ. KNM പറയുന്നത് മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ അല്ലാഹു അല്ലാത്ത ആരോട് സഹായം തേടിയാലും ശിർക്കാണ് എന്നതാണ് KNM-ന്റെ വാദം. മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആരോടെങ്കിലും നമ്മൾ സഹായം തേടിയാൽ ആ സഹായത്തേട്ടം അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാണ്, ആരാധനയാണ്, അത് ശിർക്കാണ് എന്നതാണ് KNM മുന്നോട്ട് വെക്കുന്ന വാദം, നിലപാട്, ആശയം. ഈ വിസ്ഡം മുന്നോട്ട് വെക്കുന്ന ആശയമോ? വിസ്ഡം മുന്നോട്ട് വെക്കുന്ന ആശയം മനുഷ്യനോട് തേടിയാൽ ശിർക്കാവാത്ത കാര്യങ്ങൾ ശൈത്താന്മാരോട് തേടിയാലും ശിർക്കല്ല എന്നതാണ് വിസ്ഡം മുന്നോട്ട് വെക്കുന്ന വാദം. രണ്ടു കൂട്ടരും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കാം. KNM-ന്റെ വാദം ഏതാ? മനുഷ്യ കഴിവിനതീതമായ വിഷയങ്ങളിൽ അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടിയാൽ അത് ശിർക്കാണ്. എന്നാൽ വിസ്ഡത്തിന്റെ വാദം എന്താ? മനുഷ്യനോട് ചോദിച്ചാൽ ശിർക്കാവാത്ത കാര്യങ്ങൾ ശൈത്താന്മാരോട് ചോദിച്ചാലും ശിർക്കല്ല. ഞാൻ വളരെ ബോധപൂർവം പറയുന്നതാണ്, വളരെ ബോധപൂർവമാണ് ഞാനിത് പറയുന്നത്. മനുഷ്യനോട് ചോദിച്ചാൽ ശിർക്കാവാത്ത കാര്യം ശൈത്താനോട് ചോദിച്ചാലും ശിർക്കല്ല എന്ന ആശയമാണ് വിസ്ഡം പഠിപ്പിക്കുന്നത് എന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇവിടെ വന്നിട്ട് കൊപ്രക്കളത്ത് വന്നിട്ട് സംസാരിച്ച മാലിക് സലഫിയാകട്ടെ, അതുപോലെ അൻവറാകട്ടെ, മറ്റുള്ള വ്യക്തികളാകട്ടെ, അവരെല്ലാം സംസാരിച്ചത് അവരാണ് സലഫിയത്തിൽ മുജാഹിദ് പാരമ്പര്യം അവർക്കാണ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പൈതൃകം അവർക്കാണ് എന്നാണ് അവരൊക്കെ അവകാശപ്പെട്ടത്. ഞാൻ ചോദിക്കട്ടെ, ആർക്കാണ് സലഫിയത്ത്, ആർക്കാണ് അഹ്ലുസുന്നയുടെ പൈതൃകം,
ആർക്കാണ് മുജാഹിദ് പാരമ്പര്യം പരിശോധിക്കണമെങ്കിൽ ആദ്യമായി ഈ വാദങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുക. കാരണം എന്റെ വാദം എന്താ? മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ അല്ലാഹുവല്ലാത്ത ആരോട് സഹായം തേടിയാലും ശിർക്കാണ്. ഇതാണോ മുജാഹിദ് പാരമ്പര്യം? ഇതാണോ അഹ്ലു സുന്നയുടെ പൈതൃകം? ഇതാണോ സലഫിയത്ത്? അതല്ല. മനുഷ്യനോട് തേടിയാൽ ശിർക്കാവാത്ത കാര്യം ശൈത്താന്മാരോട് തേടിയാലും ശിർക്കാവുകയില്ല എന്ന വിസ്ഡം നിലപാടാണോ സലഫിയത്ത്? വിസ്ഡം നിലപാടാണോ അഹ്ലു സുന്നയുടെ പൈതൃകമുള്ളത്? ആ വിസ്ഡം നിലപാടിനാണോ മുജാഹിദ് പാരമ്പര്യമുള്ളത്? ഈ കൊപ്രക്കളത്തുള്ള ആളുകൾ ആലോചിക്കുക. നമ്മൾ കേട്ടിട്ടുണ്ടോ ഇത്? ഇവിടെ തല നിറച്ച ആളുകളുണ്ടല്ലോ, ചാടി നിറച്ച ആളുകളുണ്ടല്ലോ. അവരോട് ഞാൻ ചോദിക്കുന്നു, ജീവിതകാലത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? മുജാഹിദ് പാരമ്പര്യമാണെങ്കിൽ നിങ്ങൾ പറയുമായിരുന്നില്ലേ, മനുഷ്യനോട് തേടിയാൽ ശിർക്കാവാത്ത കാര്യങ്ങൾ ശൈത്താനോട് തേടിയാൽ ശിർക്കാവുകയില്ല എന്ന വാദം നിങ്ങൾ പറഞ്ഞു. ഇനി ഒന്ന് ആലോചിച്ചു നോക്കി, എന്താണ് ഈ വാദത്തിന്റെ അപകടം? ഈ വാദത്തിന്റെ അപകടം എന്താ? ഒരാള് തോണിയിൽ സഞ്ചരിക്കാണ്, വഞ്ചിയിൽ തോണിയിൽ സഞ്ചരിക്കാം, തോണി മറിഞ്ഞു, അയാൾ വെള്ളത്തിൽ മുങ്ങിത്താഴുകയാണ്. മനുഷ്യനോട് തേടിയാൽ ശിർക്കാവാത്ത കാര്യം എന്താ? ആരെങ്കിലും മനുഷ്യരെ എന്നെ രക്ഷിക്കണേ, ശിർക്കാണോ? അല്ല. ശിർക്കാണോ? അല്ല. അതയാൾ മാറ്റുന്നു. വിസ്ഡത്തിന്റെ അഖീദ സ്വീകരിച്ച മനുഷ്യനായിരുന്നു തോണിയിൽ പോയത്. അയാൾ ആ വെള്ളത്തിൽ മുങ്ങിയപ്പോ അയാൾ ഇതാ വിളിച്ചു തേടുകയാണ്, ശൈത്താന്മാരെ, ഈ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ശൈത്താന്മാരെ നിങ്ങളുണ്ടെങ്കിൽ എന്നെ സഹായിക്കണേ എന്ന് തേടിയാൽ ശിർക്കാണോ? ശിർക്കാണോ? വിസ്ഡത്തിന്റെ വാദമനുസരിച്ചിട്ട് ശിർക്കല്ല. കേന്നമിന്റെ വാദമനുസരിച്ചിട്ട് ശിർക്കാണ്. ആരാണ് സലഫിയത്തിൽ? ആർക്കാണ് അഹ്ലു സുന്നയുടെ പൈതൃകമുള്ളത്? ആർക്കാണ് മുജാഹിദ് പാരമ്പര്യമുള്ളത്? നമ്മൾ ആലോചിക്കണ്ടേ? മനുഷ്യനോട് തേടിയാൽ അതൊക്കെ ശൈത്താനോട് ചോദിച്ചാലും ശിർക്കല്ല. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മനുഷ്യരോട് തേടുന്നു, സഹായം ചോദിക്കുന്നു. ആ കാര്യങ്ങളൊക്കെ ശൈത്താന്മാരോട് ചോദിച്ചാലും ശിർക്കല്ല എന്ന് പറയുന്നതാണത്രേ മുജാഹിദ് പാരമ്പര്യം. ഇതാണ് വിസ്ഡം എന്ന് പറയുന്നത്. ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾ നോക്കൂ, ഫൈസൽ മുസ്ലിയാർ അത് നിങ്ങൾക്ക് വിശദീകരിച്ചു തരും. എന്റെ വകയല്ല, നിങ്ങൾ കേട്ടു നോക്കുക. ജിന്നാണോ ഇൻസാണോ തൗഹീദ്? ഏറ്റവും വലിയ തമാശ വെച്ചാല് തൗഹീദ് ശിർക്ക് പഠിപ്പിക്കുന്നിടത്ത് ഈ കാലം വരെ ഒരാളും ജിന്നേ ചോദ്യം ജിന്നോടായ ശിർക്കാവുന്നത് ഇൻസിനോടായ തൗഹീദാവെന്നും പറഞ്ഞ ഒരു കാര്യമില്ല. ഒരേ ചോദ്യം തൗഹീദും ശിർക്കും പഠിപ്പിക്കുന്ന സമയത്ത് ഒരാളും എന്ത് പറഞ്ഞിട്ടില്ല? ജിന്നിനോടായാൽ ശിർക്ക്, മനുഷ്യനോടായാൽ തൗഹീദ് എന്ന് പറഞ്ഞിട്ടില്ല. ഇതാണ് ഇവരുടെ വാദം. ശൈത്താന്മാരോട് ചോദിച്ചാൽ മനുഷ്യരോട് സഹായം തേടാവുന്ന വിഷയങ്ങളൊക്കെ, മനുഷ്യരോട് സഹായം തേടിയാൽ ശിർക്കാവാത്ത വിഷയങ്ങളൊക്കെ ജിന്നുകളോടും ശൈത്താന്മാരോടും തേടിയാൽ ശിർക്കാവൂല. ഇതാണ് ഇവരുടെ വാദം. പച്ച ശൈത്താനോട് തേടിയാലും ശിർക്കാവില്ല എന്നാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് തൃശ്ശൂർ ജില്ലയിലെ ഈ സമ്മേളനം നടന്നത്. ഈ സമ്മേളനം പ്രഖ്യാപിച്ചത് അതിനാണ്. ഇനി ചിലപ്പോൾ ആളുകൾക്ക് ഒരു സംശയം തോന്നും, മുസ്ലിം ജിന്ന് അല്ലെങ്കിൽ ജിന്ന് എന്നതല്ലാതെ ശൈത്താൻ എന്ന് ശിർക്കിന്റെ വിഷയത്തിൽ ഒരു ചോദ്യം ശിർക്കാണോ അല്ലേ എന്ന വിഷയത്തിൽ ഉണ്ടോ, അങ്ങനെ ഒരു അഭിപ്രായം വിസ്ഡത്തിനുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നും. ഇവിടെ മാലിക് സലഫി 10 ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അനസ് മൗലവിനോട്. ആ 10 ചോദ്യത്തെ പറ്റി നമ്മൾ വിചാരിച്ചത് എന്തെങ്കിലും നിലവാരമുള്ള ചോദ്യമായിരിക്കുന്ന വിചാരിച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദർശപരമായ എന്തെങ്കിലും 10 ചോദ്യം അയാൾക്ക് ചോദിക്കാനുണ്ടാവുന്ന വിചാരിച്ചത്. അയാൾ ചോദിച്ച ഒരുമാതിരി തുക്കട 10 ചോദ്യമാണ്. ചോദ്യം എങ്ങനെ ചോദിക്കേണ്ടതെന്ന് മാലിക്കിന് പഠിപ്പിച്ചു തരാ. എങ്ങനെയായിരിക്കണം ആദർശപരമായ വിഷയങ്ങളിൽ ചോദിക്കേണ്ടത്? അത് ആരുടെയെങ്കിലും ഷർട്ടിന്റെ അളവിന്റെ കണക്കല്ല ചോദിക്കേണ്ടത് മാലിക്ക്. മറിച്ച് ചോദിക്കേണ്ട ഒന്നാമത്തെ ചോദ്യം ഇതാ. ഞങ്ങൾ ചോദിക്കാണ്, മാലിക് ഇവിടെ വന്ന് മറുപടി പറയണം. ഇവിടെയുള്ള വിസ്ഡക്കാർ പറയണം, മനുഷ്യനോട് തേടിയാൽ ശിർക്കാവാത്ത കാര്യങ്ങൾ ശൈത്താനോട് തേടിയാൽ ശിർക്കാവില്ല എന്ന നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ അഖീദ, അതാണോ മുജാഹിദ് പാരമ്പര്യം?
അതാണോ KM മൗലവി പഠിപ്പിച്ചത്? അതാണോ വക്കം മൗലവി പഠിപ്പിച്ചത്? അതാണോ അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്? അതാണോ സലഫിയത്ത് എന്നതിന് ആശയപരമായ ചോദ്യം ഇതാ ചോദിക്കുന്നു. അല്ലാതെ മാലിക് പണ്ടിട്ട് ഷർട്ടിന് ഇപ്പൊ മാലിക്കിന് അളവ് കൂടോ കുറയോ എന്ന ആ ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യമല്ല ഇവിടുന്ന് കേന്ദ്രം പക്ഷത്തുനിന്ന് ചോദിക്കാൻ പോകുന്നത്. വിസ്റ്റംകാരെ തൃപ്തിപ്പെടുത്താൻ ഇതുപോലത്തെ തുക്കടാച്ചി ചോദ്യങ്ങളൊക്കെ മാലിക്കിന് ചോദിച്ച് സമയം കളയാ. മാലിക് ഇത് തൗഹീദും ശിർക്കും ബന്ധപ്പെട്ട വിഷയമാണ്, അല്ലാതെ അനസ് മൗലവിയും മാലിക്കും തമ്മിലുള്ള വിഷയമല്ല. അനസ് മൗലവിയുടെ വ്യക്തിപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതല്ല, തൗഹീദും ശിർക്കുമായി ബന്ധപ്പെട്ടതാ. ആ വേദിയിൽ മാന്യമായി ചോദിക്കാൻ പറ്റണ്ടേ? ഇന്ന് ഈ ആളുകളുടെ അഭിപ്രായം എന്താ? ഞാൻ പറഞ്ഞല്ലോ, ശൈത്താനോട് ചോദിച്ചത് ശിർക്കല്ല. ഇനി അതിന് സംശയം പോണോ? അങ്ങനെ ഇവർ പറഞ്ഞിട്ടുണ്ടോ? ഇതാ അത് നമുക്ക് കേൾക്കാം. ഫൈസൽ മുസ്ലിയാർ തന്നെ സംസാരിക്കും, നമുക്ക് കേൾക്കാം. മുസ്ലിമായ ജിന്നിനോട് തേടിയാൽ ഷിർക്കാവില്ലെങ്കിൽ അത് കാഫറായ ജിന്നിനോട് തേടിയാലും ഷിർക്കല്ല, അഥവാ ശൈത്താനോട് തേടിയാലും ഷിർക്കല്ല എന്ന അദ്ദേഹത്തിന്റെ വാദം അദ്ദേഹം അവതരിപ്പിക്കുന്നത് നമ്മളൊന്ന് കേട്ടു നോക്കുക. അല്ലാതെ ക്രിസ്ത്യാനിത്വം മൊത്തം ഹുക്കം പറഞ്ഞപ്പോ കാഫിറാണെങ്കിൽ ശിർക്ക്, മുസ്ലിം ആണെങ്കിൽ ശിർക്ക് എന്നല്ല പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുസ്ലിമിനോട് ചെയ്യുമ്പോൾ ശിർക്കായതോ അത് കാഫിറിനോടും ശിർക്ക് തന്നെ. മുസ്ലിം ജിന്നോട് ചെയ്യുമ്പോൾ ശിർക്കായതോ അത് കാഫിറിനോട് ചെയ്യാൻ ശിർക്ക് തന്നെ. മുസ്ലിം ഇൻസോട് ചെയ്യാൻ ശിർക്കായതോ അത് കാഫിറ ഇൻസോട് ചെയ്യാൻ ശിർക്ക് തന്നെ. ശിർക്കും തൗഹീദും വേർതിരിക്കുന്നിടത്ത് മുസ്ലിം കാഫിർ വ്യത്യാസമല്ല അവിടെ ഉള്ളത്. കണ്ടോ, ശിർക്കും തൗഹീദും വേർതിരിക്കുന്നിടത്ത് മുസ്ലിമും കാഫിറും എന്ന വ്യത്യാസമില്ല. കാഫിറിനോട് തേടിയാൽ ശിർക്കല്ല, പിന്നെ മുസ്ലിമിനോട് തേടിയാൽ ശിർക്കല്ലെങ്കിൽ ഏത് മുസ്ലിമിനോട്? മുസ്ലിം ജിന്നിലൂടെ. നിങ്ങൾ സംസാരം കേൾക്കുമ്പോൾ വിചാരിക്കും പിന്നെ മനുഷ്യന്മാരെ കഥയാണ് ഈ പറയുന്നതെന്ന്. മനുഷ്യന്മാരെ കഥയല്ല, മറിച്ച് മുസ്ലിം ജിന്നിനോട് തേടിയാൽ ശിർക്കാകാത്ത കാര്യം കാഫിർ ജിന്നിനോട് തേടിയാലും ശിർക്കല്ല എന്ന് പറഞ്ഞാൽ ശൈത്താന്മാരോട് തേടിയാലും ശിർക്കല്ല. നിങ്ങൾ ആലോചിച്ചോക്കെ, ഇതാ വാദം. ഈ വാദത്തിലേക്കാണ് കൊപ്രക്കലത്തുള്ള ആളുകളെ ക്ഷണിക്കാൻ വിസ്ഡം ജില്ലാ സമ്മേളനം നടത്തിയത്. ഈ വാദത്തിലേക്ക് പിന്നെ പിശാചുക്കളോട് തേടിയാൽ ശിർക്കല്ല എന്ന വാദം, ആ വാദം അവതരിപ്പിക്കാനാണ് ഇവിടെ പരിപാടി നടത്തിയത്. ഇതാണല്ലോ വിസ്ഡത്തിന്റെ ക്വാളിറ്റി. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു വാദം ഉന്നയിക്കുമ്പോ വിസ്ഡം എന്ന് പറയുന്ന സംഘടന എന്ത് ക്വാളിറ്റിയാണ് അവർക്കുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കണ്ടേ? നിങ്ങളെ ധാരണ എന്താ? നിങ്ങളൊരു പുഴയിൽ മുങ്ങിത്താഴുമ്പോ ശൈത്താനെ കാക്കണേ എന്ന് വിളിച്ചാൽ ശിർക്കാണോ അല്ലേ? വിസ്ഡം അഭിപ്രായത്തിൽ, വിസ്ഡം വിശ്വാസത്തിൽ ശിർക്കാണോ അല്ലേ? ശിർക്കല്ല. കാരണം എന്താ? മനുഷ്യരെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണോ? അല്ല. മനുഷ്യനോട് ചോദിച്ചാൽ ശിർക്കാവാത്ത കാര്യം ശൈത്താനോട് ചോദിച്ചാലും ശിർക്കല്ല. ആരാ പറഞ്ഞത്? വിസ്ഡമാണ് പറഞ്ഞത്. അതാണ് വിസ്ഡം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പ്രബോധനം. നമ്മൾ ശരിക്കും മനസ്സിലാക്കിക്കോ. നിങ്ങളുടെ ജീവിതത്തിൽ അത്യാപത്തിൽ നിങ്ങൾ അകപ്പെടുമ്പോ, നിങ്ങളുടെ ജീവിതത്തിൽ അത്യാപത്തിൽ നിങ്ങൾ അകപ്പെടുമ്പോ മനുഷ്യന്മാരെ വിളിച്ച് സഹായം തേടുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ ശൈത്താന്മാരോട് തേടിയാലും ശിർക്കാവൂല എന്ന് പഠിപ്പിക്കാനാണ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന് പറയുന്ന സംഘടനയുടെ മിഷൻ. അതാണ് അതിന്റെ മിഷൻ. വിസ്ഡത്തിന്റെ മിഷൻ അതാണ്. അതല്ലാതെ ശിർക്കാണെന്ന് പഠിപ്പിക്കാനല്ല. എന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത തെറ്റെന്താ? ഇവിടെ മാലിക് വന്ന് നിലവിളിച്ചു. എന്താ? മുജാഹിദ് പ്രസ്ഥാനം അട്ടിമറിക്കാണ് തൗഹീദ്. എന്താ അട്ടിമറിച്ചത്? മുജാഹിദ് പ്രസ്ഥാനം സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടത് എന്നത് മാറ്റി മനുഷ്യരുടെ കഴിവിൽപ്പെട്ടത് എന്നാക്കി പരാതി. ശരി, ആ പരാതി നമുക്ക് പരിഗണിക്കാം. അതിനു മുമ്പ് നമ്മൾ നോക്കുക. ഇനി ഇവർ പറയുന്നെന്താ? വസീലത്ത് ശിർക്കും ഹറാമാണെന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ആരോട്? മനുഷ്യനോട് ചോദിച്ചാൽ ശിർക്കാവാത്ത ചോദ്യങ്ങൾ ശൈത്താനോട് ചോദിച്ചാൽ ശൈത്താൻ തന്നെ പറയണം. നമ്മൾ ശൈത്താന് തന്നെ പറയണം. കാരണം എന്താ? ശൈത്താനുമായി ബന്ധം കെട്ടിവെച്ച ഒരു സംഘടനയാണ് വിസ്ഡം എന്ന് തിരിച്ചറിയണമെങ്കിൽ ഇവരുടെ വാദത്തിന്റെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള വശത്തെ പറ്റി നമ്മൾ സംസാരിച്ചു കൊടുക്കണം. നമ്മളിങ്ങനെ സ്മൂത്തായിട്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാവണില്ല. ഒരു എക്സ്ട്രീമായ ഇവരുടെ അവസ്ഥ എന്താണെന്ന് കൂടി നമ്മൾ അറിയണമല്ലോ. ശരിക്കും മനസ്സിലാക്കിക്കോ. ശൈത്താനോട് തേടിയാൽ, മനുഷ്യനോട് ചോദിക്കുന്ന കാര്യം ശൈത്താനോട് തേടിയാൽ ശിർക്കാവൂല, ആവൂല. അതാണ് വിസ്ഡം. ഇനി അങ്ങനെ പിന്നെ ശൈത്താനോടും തേടാന്ന് പറഞ്ഞാലോ?
ശൈത്താനോടും തേടാന്ന് പറഞ്ഞാലോ, ഇപ്പൊ TP അബ്ദുള്ള കോയ മദനിക്കെതിരെ അതല്ലെങ്കിൽ വേറെ പല ആളുകൾക്കുമെതിരെ ഇവര് പ്രചരിപ്പിക്കുന്ന കാര്യം ഉണ്ടല്ലോ. എന്താ പ്രചരിപ്പിക്കുന്ന കാര്യം? ആ കാര്യം ശൈത്താൻ പിന്നെ ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു, സഹായം തേടാന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ശരി, തേടാന്ന് പറഞ്ഞവരെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? രണ്ടാമത്തെ ചോദ്യം മാലിക്ക് ചോദിക്കുന്നത് പോലെ കോഞ്ഞാട്ട ചോദ്യമല്ല. രണ്ടാമത്തെ ചോദ്യം മാലിക്കിന്റെ പോലെ കോഞ്ഞാട്ട ചോദ്യമല്ല ചോദിക്കുന്നത്, ആശയപരമായ ചോദ്യം. മാലിക്കിന് ആരെങ്കിലും അത് പഠിപ്പിച്ചു കൊടുക്കണം. അനസ് മൗലവി അന്ന് ഇങ്ങനെ ഇന്ന് അങ്ങനെ എന്ന് പറഞ്ഞിടക്കുന്നത് അനസ് മൗലവി എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ മേലാണ് ഇപ്പൊ വിസ്റ്റം പടുത്തുയർത്തി നിൽക്കുന്നത്, വിസ്റ്റം പണിത് നിൽക്കുന്ന അതിന്റെ മേലെ. ആശയപരമായി ചോദിക്കണം. ഖുർആനും സുന്നത്തും വെച്ച് അഖീദ നിർണയിച്ച് സംസാരിക്കണം. അതാ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാണ്. ഒരാൾ വിശ്വസിക്കുകയാണ് ആണത്തമുണ്ടെങ്കിൽ ആർജവമുണ്ടെങ്കിൽ എന്ന് വിളിച്ചല്ലോ KNM-ന്റെ ആളുകളെ. നിങ്ങൾ ഈ ആണത്തത്തെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത്? ആർജവത്തെ പറ്റിയിട്ട് എന്താ വിളിച്ചിരിക്കുന്നത്? ആൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാടാനാ വിളിച്ചത്. ആൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാടാനാ വല്ല് വിളിച്ചത്. ഞങ്ങളെ കൂട്ടത്തിലെ പെൺകുട്ടികൾ മതി, ആൺകുട്ടികളൊന്നും വേണമെന്നില്ല. മനസ്സിലായോ? KNM-ന്റെ കൂട്ടത്തിലെ പെൺകുട്ടികൾ മതി. ഞങ്ങളൊരു ഗണ്ടന അങ്ങനെ വെച്ചെങ്കിലോ എന്ന് ആലോചിച്ചിട്ടാ. പിന്നെ നിങ്ങൾ തെറി പറയാൻ ഞങ്ങളെ കവിഞ്ഞിട്ടുള്ളൂ, അതിൽ ഞങ്ങൾ തോൽക്കും. തെറി പറയാൻ പിന്നെ ആ സാധുക്കളെ കൂടി തെറി പറയിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ വാദത്തിന് ഞങ്ങളെ കൂട്ടത്തിലെ ആൺകുട്ടികൾ വേണ്ട, ഞങ്ങളെ കൂട്ടത്തിലെ പെൺകുട്ടികൾ മതി. സ്റ്റുഡൻസ് വിങ്ങിന്റെ പെൺകുട്ടികൾ മതി. നിങ്ങളെ വാദം ശൈത്താനോട് തേടിയാൽ ശിർക്കാവൂല എന്ന നിങ്ങളെ പഴച്ച വാദം അത് പരിശോധിക്കാൻ ഞങ്ങളെ കൂട്ടത്തിലെ പെൺകുട്ടികൾ മതി. എന്നിട്ട് ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ വാ. ശരി, ചോദിക്കട്ടെ. രണ്ടാമത്തെ ചോദ്യം, ആൺകുട്ടികൾ പറഞ്ഞോ? വിസ്തത്തിൽ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ പറഞ്ഞോ? മറ്റുള്ളവരുടെ ആണത്തെ അന്വേഷിക്കുന്നവർ നിങ്ങളെ കൂട്ടത്തിലുണ്ടല്ലോ, പറഞ്ഞോ? ചോദ്യം എന്താ? ആരെങ്കിലും ശൈത്താനോട് സഹായം തേടിയാൽ കുഴപ്പമില്ല, അനുവദനീയമാണ്, ജായിസാണ് എന്ന് പറഞ്ഞാൽ വിസ്തത്തിന്റെ അഭിപ്രായം എന്താണ്? ഇവിടെ മറുപടി പറയുമ്പോ ആളുകളുടെ ക്ലിപ്പിടാതെ ഇതിന് മറുപടി പറയണം. മനസ്സിലായോ? ചോദ്യം ഇതാണ് ചോദ്യം. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒരഭിപ്രായം നിങ്ങൾക്ക് കേൾക്കണോ? ഒരഭിപ്രായം കേൾക്കാം. അതാ നിങ്ങൾ കണ്ടുനോക്ക്. പിന്നെ ഇസ്ലാഹ് മാസിക, ആ ഇസ്ലാഹ് മാസികയിൽ നിങ്ങൾക്ക് കാണാം. പിന്നെ KK സക്കരിയ സ്വലാഹി എഴുതാണ്. സക്കരിയ സ്വലാഹി എഴുതി വെച്ച എന്താ അറിയോ? അതായത് ജിന്നുകളോട് സഹായം ചോദിക്കുന്ന വിഷയത്തിൽ അറബികളായ ഭൂരിപക്ഷം സലഫി പണ്ഡിതന്മാരുടെയും പ്രമാണബദ്ധമായ നിലപാട് അതിൽ ശിർക്കാവുന്നതും ഹറാമാവുന്നതും ഉണ്ട് എന്നത്രേ. ജായിസാണെന്ന് പറയാവുന്നതും ഉണ്ട് എന്ന അഭിപ്രായമുള്ള ഒരു ചെറിയ ന്യൂനപക്ഷവുമുണ്ട്. അതേസമയം എല്ലാത്തരം സഹായത്തേട്ടവും ശിർക്കാവും എന്ന് പറയുന്ന സലഫി പണ്ഡിതന്മാർ ആരും തന്നെയില്ല. കേട്ടോ? വിസ്റ്റം വിഭാഗത്തിന്റെ നിലപാട് നോക്കൂ. ജിന്നുകളോ ശൈത്താന്മാരോട് സഹായം തേടിയാൽ അത് ശിർക്കാകും അല്ലെങ്കിൽ ഹറാമാകും എന്ന അഭിപ്രായമുള്ളവരുണ്ട്. ഹറാമാണ്, വസീലത്ത് ശിർക്കാണ് എന്ന അഭിപ്രായമുള്ളവരുണ്ട്. പിന്നെയോ ശൈത്താന്മാരോട് സഹായം തേടിയാൽ അനുവദനീയമാണ് എന്ന അഭിപ്രായമുള്ളവരും സലഫി പണ്ഡിതന്മാരുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ജിന്നിനോടുള്ള ശൈത്താനോടുള്ള എല്ലാ സഹായത്തേട്ടവും ശിർക്കാണ് എന്ന് പറയുന്ന ആരും സലഫി ലോകത്തില്ല, KNM അല്ലാതെ. ഇവർ ഖബൂലാക്കിയിരിക്കാണ്, ഇവർക്കൊരു കുഴപ്പമില്ല. ഇവരുടെ കൂട്ടത്തിൽ സലഫിയത്തിൽ എന്ന് പറയുന്ന ആളുകൾ, ആ ആളുകൾ തന്നെ എന്താണ്? ജായിസാണ് ശൈത്താനോട് സഹായം തേടിയാൽ എന്ന് പറയുന്നവരും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. അതിലൊരു കുഴപ്പമില്ല, അവരൊന്നും അഹ്ലു സുന്നക്ക് പുറത്തല്ല എന്നാണ് ഇവരുടെ വിശ്വാസം. എന്നിട്ട് ഇവരെന്തിനാ വസീലത്ത് ശിർക്കെന്നല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ എന്ന് മാത്രമല്ല നിങ്ങൾ പറഞ്ഞത്, ഹറാമാണെന്ന് മാത്രമല്ല നിങ്ങൾ പറഞ്ഞത്. മറിച്ച് നിങ്ങൾ പറഞ്ഞത് എന്താ? നിങ്ങൾ പറഞ്ഞത് ഹറാമാണെന്ന് മാത്രമല്ല ജായിസാണെന്ന് പറഞ്ഞ ആളുകളും അഹ്ലു സുന്നയിൽ പെട്ടവരാണ്. അവിടെയാണ് മറ്റൊരു വിഷയം. ജായിസാണ് എന്ന് പറഞ്ഞവരും അഹ്ലു സുന്നയിൽ പെട്ടവരാണ്. ഇതാ നോക്കൂ, അടുത്ത ഒരു ഉദ്ധരണി നിങ്ങൾക്ക് കാണാം. ആരാ എഴുതിയിട്ടുള്ളത്? ഇന്ന് വിസ്റ്റത്തിന്റെ പ്രഗത്ഭനായ നേതാവ് NV മുഹമ്മദ് സാലിം, അദ്ദേഹം ഷെയ്ഖ് സ്വാലിഹ് ആലു ഷെയ്ഖിന്റെ ഒരു ഫത്വ അദ്ദേഹം പരിഭാഷപ്പെടുത്തിയതാണ്.
ജിന്നുകളോട് സഹായം ചോദിക്കൽ നിഷിദ്ധം എന്ന് പറഞ്ഞ് പരിഭാഷപ്പെടുത്തി. ആ ഫത്വയിൽ അദ്ദേഹം പേജ് 5-ൽ 5-ാമത്തെ ഫുട് നോട്ടായിട്ട് അദ്ദേഹം കൊടുത്തു. നിങ്ങൾ പ്രത്യേകം കേട്ട് ഞാൻ വായിച്ചുതരാം. ഇവിടെ പ്രത്യേക പരാമർശമർഹിക്കുന്ന ഒരു വിഷയമാണ്. അഹ്ലുസുന്നയുടെ ചില പണ്ഡിതന്മാർ, കേട്ടോട്ടോ, അഹ്ലുസുന്നയുടെ ചില പണ്ഡിതന്മാർ, സലഫി പണ്ഡിതന്മാർ, അവരെന്താ, ജിന്നിനോടുള്ള സഹായം ചോദിക്കൽ അനുവദിച്ചപ്പോൾ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എന്ത് ചെയ്തു? ജിന്നുകളോടുള്ള സഹായം ചോദിക്കൽ അനുവദിച്ചപ്പോൾ അവർ വെച്ച മാനദണ്ഡങ്ങൾ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യനോട് ചോദിക്കുന്ന കാര്യങ്ങൾ ശൈത്താന്മാരോട് തേടിയാൽ ശിർക്കാവുകയില്ല, ഹറാമാകും എന്ന് പറയുന്ന ഞങ്ങളെ എന്തിനാണ് ജിന്നുകളോട് ശൈത്താന്മാരോട് തേടുന്നവരാണ് എന്ന് കേന്നമുകാർ പ്രചരിപ്പിക്കുന്നത് എന്ന ഒരു സെൻറ്റിമെൻറ്റ്സ് സാധാരണ വിസ്റ്റത്തിൻ്റെ ആളുകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു. നിങ്ങൾ നോക്ക്, ഈ വിഭാഗത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് ഒന്നാമത്തെ വഴിപിഴവ് എന്ന് പറഞ്ഞാൽ മനുഷ്യനോട് ചോദിക്കുന്ന കാര്യങ്ങൾ ശൈത്താന്മാരോട് തേടിയാൽ ശിർക്കാവുകയില്ല എന്ന അവരുടെ ഒന്നാമത്തെ വഴിപിഴവ്. രണ്ടാമത്തെ വഴിപിഴവ് എന്ന് പറഞ്ഞാൽ മനുഷ്യനോട് ചോദിക്കുന്ന കാര്യങ്ങൾ ശൈത്താന്മാരോട് ചോദിച്ചാൽ അനുവദനീയമാണ് എന്ന് പറയുന്ന ആളുകളെ സലഫി പണ്ഡിതന്മാരായിട്ട്, അഹ്ലുസുന്നയുടെ പാരമ്പര്യമുള്ള പണ്ഡിതന്മാരായിട്ട് ഇവർ കാണുകയും ചെയ്യുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, കാണുകയും ചെയ്യുന്നു. പിന്നെ അതിൽ വഴി പഴച്ചതാരാ? ശൈത്താന്മാരോട് തേടുന്നത് ശിർക്കാണ് എന്ന് പറയുന്നവരാരാണ്? വഴിപിടിച്ചവരാണ്. ഹറാമാണെന്ന് പറയുന്നവൻ സലഫി, അതുപോലെ തന്നെ ഹലാലാണ് എന്ന് പറയുന്നവനും സലഫി. ഈ വൈരുദ്ധ്യാണ് ഞാൻ ഈ വായിച്ച NV സാലിമിന്റെ ഈ ഫുട് നോട്ടിലുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഇവിടെ പ്രത്യേക പരാമർശം അറിയിക്കുന്ന ഒരു വിഷയമാണ്. അഹ്ലുസുന്നയുടെ ചില പണ്ഡിതന്മാർ ജിന്നുകളോടുള്ള സഹായം ചോദിക്കൽ അനുവദിച്ചപ്പോൾ അവർ വെച്ച മാനദണ്ഡങ്ങൾ. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എന്ത് ചെയ്തു? ജിന്നിനോടുള്ള സഹായത്തേട്ടം അനുവദിച്ചപ്പോൾ, ചോദിക്കാന്ന് പറഞ്ഞപ്പോൾ അവർ വെച്ച മാനദണ്ഡങ്ങൾ. ഷെയ്ഖ് ഉസൈമിൻ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ശർഹുൽ അഖീദത്തു സഫാരിനിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും, അതുപോലെ ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ മുജീബ് അലാ അസ്ഇലത്തിൽ ഹാളിരി വൽ ഗരീബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും രണ്ട് നിബന്ധനയോടുകൂടി ജിന്നുകളോട് സഹായം ചോദിക്കാം എന്ന് പറയുന്നുണ്ട്. കേട്ടോ, ഇവരെ എഴുതി വെച്ചതാ. ഞങ്ങൾ ആരാ തേടണത് ജായിസാണെന്ന് പറഞ്ഞോര് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ആളുകൾ എഴുതി വെച്ചതാണ്. ജിന്നുകളോട് ശൈത്താന്മാരോട് സഹായം തേടുന്നത് അനുവദിക്കുന്ന മാനദണ്ഡങ്ങൾ എന്താണ്? രണ്ട് കാര്യങ്ങൾ. ഏതാ? ഒന്ന്, അവ ഹറാമായ കാര്യത്തിനോ രണ്ട്, ഹറാമായ മാർഗത്തിലൂടെയോ ആവരുത് എന്നുള്ളതാണ്. എന്നാൽ അധികം ആളുകളും തുടക്കത്തിൽ ഈ മാനദണ്ഡങ്ങൾ പാലിക്കുകയും പിന്നീട് അവർ ജിന്നുകളുടെ വാക്കുകൾക്ക് അടിമപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അങ്ങനെ ഷെയ്ഖ് ആലു ഷെയ്ഖ് ഹഫിളുള്ള ഈ ലേഖനത്തിൽ പറഞ്ഞതുപോലെ അവർ കൂപ്പുകുത്തും. അതുകൊണ്ട് ആ വാതിൽ തീർച്ചയായും അടയ്ക്കേണ്ടതാണ്. അപ്പൊ പുരെന്തിനാ വാതിൽ അടച്ചത്? ജാഹിസാണെന്ന് പറഞ്ഞ് വാതിൽ അടച്ചത് എന്തിനാ? അത് ജിന്നോട് ആദ്യം ഹലാലായത് ചോദിക്കും. അപ്പോ സലഫി പണ്ഡിതന്മാര് പിന്നെ നിബന്ധന പറഞ്ഞ് ഹറാമു ചോദിക്കാൻ പാടില്ല, ഹറാമായ മാർഗത്തിൽ ചോദിക്കാൻ പാടില്ല, കള്ള് കൊണ്ടുപോവാ ജിന്നെ എന്ന് ചോദിക്കാൻ പാടില്ല, ശൈത്താൻ എനിക്ക് കള്ളു കൊണ്ടുപോവാ ഹറാമാണല്ലോ ചോദിക്കാൻ പാടില്ല, എനിക്ക് ബാങ്ക് കൊള്ളയടിച്ച് കുറച്ച് പണം കൊണ്ടുപോവാ എന്ന് ഹറാമായ മാർഗത്തിലൂടെയും ചോദിക്കാൻ പാടില്ല, ഹലാലായ കാര്യങ്ങളെ ചോദിക്കാൻ പാടുള്ള ആരോട്? ശൈത്താനോട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വെച്ച മാനദണ്ഡങ്ങൾ ജനങ്ങൾ തുടക്കത്തിലൊക്കെ പാലിക്കും. പിന്നെ
അങ്ങനെ അവർ ഹറാമായത് ചോദിക്കും, അങ്ങനെ പഴച്ചത് ചോദിച്ച് അവർ പിന്നീട് ശിർക്കിലേക്ക് കൂപ്പുകുത്തും. അതുകൊണ്ടാണ് ആ വാതിൽ അടച്ചു കളഞ്ഞത്, അല്ലാതെ ഇതിന്റെ അസ്ല് ഹറാമായിട്ടല്ല. എഴുതി വെച്ചതാരാ? അതാ വായിച്ചോ, NV മുഹമ്മദ് സാലിം, ഈ വിസ്റ്റത്തിന്റെ പ്രമുഖനായ നേതാവ്. അദ്ദേഹം എഴുതി വെച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ പണ്ഡിതന്മാരുടെ ഇങ്ങനെയുള്ള പരാമർശം കാരണം ഏത് ജായിസാണ്, 2 ഷർത്ത് പാലിച്ചാൽ മതി, ചോദിച്ചോ, ശൈത്താനോട് തേടിക്കോ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ടല്ലോ, അവരുടെ പരാമർശം കാരണം അവർ ശിർക്കിന്റെ പ്രചാരകരാണെന്നോ മുശ്രിക്കായെന്നോ അഹ്ലുസുന്നയുടെ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല എന്ന വസ്തുത ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ടത സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ജായിസാണ് ചോദിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആളുകളെ വിമർശിക്കേണ്ടതില്ല. അവർ ശിർക്ക് പറഞ്ഞുവെന്നോ അവർ മോശമാണ് അവർ വഴിപഴച്ചെന്നോ ഒന്നും പറയേണ്ട. സലഫി പണ്ഡിതന്മാർ തന്നെ. ഇനിയിപ്പോൾ നിങ്ങൾ ഹറാമാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ ഹറാമാണെന്ന് പറഞ്ഞിട്ട് ഇനി എന്താ കാര്യം? കാരണം ഹലാലാണെന്ന് പറയുന്ന ആളുകളെയും നിങ്ങൾ ഉൾക്കൊള്ളും സലഫികളായിട്ട്. ജിന്നുകളോട് സഹായം, ശൈത്താന്മാരോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന് പറയുന്നു, ചോദിക്കാമെന്ന് പറയുന്നു. അവരെയൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളും. നിങ്ങൾ ചോദിക്കണ്ട, ഹറാമാണെന്നേ പറയുന്നുള്ളൂ. പക്ഷെ ചോദിക്കാന്ന് പറഞ്ഞവരെ നിങ്ങൾ സലഫി പണ്ഡിതന്മാരായിട്ട് ഉൾക്കൊള്ളും. ഈ പഴച്ച വാദമാണ് വിസ്റ്റത്തിന് സമർത്ഥിക്കാനുള്ളത്. ശരിക്കും നമ്മൾ മനസ്സിലാക്കിക്കോ, ഈ പഴച്ച വാദമാണ് വിസ്റ്റത്തിന് സമർത്ഥിക്കാനുള്ളത്. അതിന് ചെയ്ത ഏറ്റവും വലിയ പണി എന്താ നിങ്ങൾക്കറിയാം? അതിനു വേണ്ടി ചെയ്ത പണി എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യത്തെ, പൈതൃകത്തെ അട്ടിമറിച്ചു. ശരിക്കും മനസ്സിലാക്കിക്കോ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പൈതൃകത്തെ, പാരമ്പര്യത്തെ അട്ടിമറിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? പ്രാർത്ഥനയ്ക്ക് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞ നിർവചനം അട്ടിമറിച്ചു. എന്താ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത്? മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ അല്ലാഹുവല്ലാത്തവരോട് സഹായം തേടിയാൽ ശിർക്കാണ് എന്ന മുജാഹിദ് പ്രസ്ഥാനം പ്രാർത്ഥനയുടെ വ്യാഖ്യാനം പറഞ്ഞത് അട്ടിമറിച്ചു. എന്താക്കി? സൃഷ്ടി കഴിവാക്കി. സൃഷ്ടി കഴിവെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മനുഷ്യനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, സൃഷ്ടി കഴിവിന്റെ ഉള്ളിലേക്ക് ആരെ കൊണ്ടുവന്നു? ശൈത്താനെ കൊണ്ടുവന്നു, ജിന്നിനെ കൊണ്ടുവന്നു, മലക്കിനെ കൊണ്ടുവന്നു. അഥവാ സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിച്ചാൽ ശിർക്കല്ല. ശൈത്താന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ശൈത്താനോട് ചോദിച്ചാൽ ശിർക്കല്ല. പിന്നെ ശൈത്താനോട് ചോദിക്കാം എന്ന് പറയുന്നവരും സലഫികൾ തന്നെ. ഇതാണ് വിസ്റ്റം, ആകത്തുക വിസ്റ്റം. മനസ്സിലായോ? ആകത്തുക വിസ്റ്റം ഇതാണ്. ഇതിനാണ് മാലിക് മറുപടി പറയേണ്ടത്. അല്ലാതെ അനസ് മൗലവി എന്ന വ്യക്തിയുടെ പിറകെയല്ല പോകേണ്ടത്. ധൈര്യമുണ്ടെങ്കിൽ, ആർജവമുണ്ടെങ്കിൽ ആദർശപരമായിട്ടാണ് നമ്മൾക്കിടയിൽ സംസാരം നടക്കേണ്ടത്, വ്യക്തിഹത്യകളിലല്ല. മനസ്സിലായോ? ഒരു വ്യക്തിയുടെ നിലപാട് അതിന്റെ പിറകെ പോകലല്ല. എന്നിട്ട് 10 കോഞ്ഞാട്ട ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്നാ മാലിക് പറയുന്നത്. മാലിക് 2 ചോദ്യമാണ് ഈ പറഞ്ഞത്, ഞാൻ ചോദിച്ചത്. അതിന് മറുപടി പറയി. അത് കൃത്യമായിട്ട് ആദർശപരാണ്. അല്ലാണ്ട് ഫൈസൽ മുസ്ലിയാർ അങ്ങനെ, മാലിക് ഇങ്ങനെ, മറ്റാൾ ഇങ്ങനെ. ഈ ചോദ്യമല്ല ചോദിച്ചിട്ടുള്ളത്. 2 ചോദ്യം. ഒന്ന് മനുഷ്യനോട് ചോദിച്ചാൽ ശിർക്കാവാത്ത കാര്യം ശൈത്താന്മാരോട് ചോദിച്ചാലും ശിർക്കാവുകയില്ല എന്ന വിസ്റ്റത്തിന്റെ പഴച്ച വാദത്തിന് എന്തെങ്കിലും പ്രമാണമുണ്ടോ? ഒന്ന് പിടിച്ചോ. ഇനി കൊപ്രക്കലത്ത് പരിപാടി സംഘടിപ്പിക്കുകയാണെങ്കിൽ ആൺകുട്ടികളെ പോലെ, ആർജവമുള്ള തന്റേടമുള്ള ആളുകളെ പോലെ, റുസുതത്തുള്ള മനുഷ്യന്മാരെ പോലെ ഈ ചോദ്യത്തിന് മറുപടി പറയണം. ഇത് വ്യക്തിപരമല്ല. മാലിക് എന്തേ അങ്ങനെ എന്നല്ല, ഹുസൈൻ സലഫി എന്തേ ഇങ്ങനെ എന്നല്ല, അല്ലെങ്കിൽ ഫൈസൽ മുസ്ലിയാർ എന്തേ ഇങ്ങനെ എന്നല്ല, മറിച്ച് പ്രമാണമുണ്ടോ? രണ്ടാമത്തെ കാര്യം, മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ചോദിച്ചാൽ ശിർക്കാവാത്ത ചോദ്യങ്ങൾ, അത് ശൈത്താന്മാരോട് ചോദിച്ചാൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞവരെ നിങ്ങൾ സലഫി പണ്ഡിതന്മാരായി തന്നെയാണോ ഇപ്പോഴും ഉൾക്കൊള്ളുന്നത്? അഹ്ലുസുന്നയുടെ പാതയിൽ തന്നെയാണോ അവരെ കാണുന്നത്? ഈ കൊപ്രക്കളത്തുള്ള സകല വിസ്തത്തെയും ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ധൈര്യമുണ്ടോ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ? ഇതിന് മറുപടി പറഞ്ഞിട്ട് ഇനി പരിപാടി ഇവിടെ സംഘടിപ്പിച്ചാൽ മതി.
മനസ്സിലായോ? നിങ്ങളെ കോഞ്ഞാട്ട ചോദ്യമല്ല മാലിക്കിന്റെ 10 കോഞ്ഞാട്ട ചോദ്യമല്ല, ആദർശപരമായ ചോദ്യം. ഇനി മാലിക്ക് നടത്തിയ തട്ടിപ്പെന്താ? നിങ്ങൾ നോക്ക്, പണ്ട് ഒരു കള്ളനെ പറ്റി പറയാറുണ്ട്. ഒരു കള്ളനെ ആളുകൾ ഇങ്ങനെ ഓടിച്ചിടാണ്. ഇപ്പൊ ഓർമ്മപ്പെടുത്തിയത് വിസ്റ്റം തന്നെയാണ്. കള്ളനെ ആളുകൾ ഇങ്ങനെ ഓടിച്ചിടാം. അങ്ങനെ കള്ളൻ ഓടി 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 ഒരു മരത്തിന്റെ പിറകിൽ ഒളിച്ചു. ആൾക്കാർ പിറകെ ഓടി, കള്ളനെ കാണുന്നില്ല, എവിടെ പോയി ഒളിച്ചിരിക്കുന്നു മനസ്സിലാവുന്നില്ല. ആ സമയത്ത് ഇപ്പുറത്ത് കൂടി കള്ളൻ വന്നിട്ട് ആളുകളോട് അതാ അങ്ങോട്ട് പോയിട്ടുണ്ട്, ഞാൻ കണ്ടു ഇങ്ങോട്ട് പോയിട്ടുണ്ട്. ആളുകളും കള്ളനും കൂടെ കള്ളനെ തെരഞ്ഞിട്ട് ഓടുന്നെ. കള്ളപ്പുണ്ട് ഇങ്ങനെ കള്ളൻ ആളുകൾ എങ്ങനെ തലക്കങ്ങനെ തല കുത്തനെ മറിക്കുന്ന ഏർപ്പാട് ചെയ്തു മാലിക് ഇവിടെ വന്നിട്ട്. നിങ്ങൾക്ക് മാലിക് ഇവിടെ വന്നിട്ട് പറഞ്ഞെന്തറിയോ? PK അബ്ദുൽ ജബ്ബാർ മൗലവി, ബഹുമാന്യനായ നമ്മുടെ ഗുരുനാഥൻ, അദ്ദേഹം തൗഹീദിന്റെ വ്യാഖ്യാനം അട്ടിമറിച്ചു. അബ്ദുൽ ജബ്ബാർ മൗലവി തൗഹീദിന്റെ വ്യാഖ്യാനം അട്ടിമറിച്ചു. എന്നിട്ട് എന്താക്കി? ഇത്രയും കാലം മുജാഹിദ് പ്രസ്ഥാനം സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടത്, പ്രത്യേകം മനസ്സിലാക്കിക്കോ, സൃഷ്ടികളുടെ കഴിവ് എന്ന് പറഞ്ഞാൽ വിഷ്ടത്തിന്റെ സൃഷ്ടി ആരൊക്കെയാണെന്നറിയോ? അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിച്ചാൽ ശിർക്കാവുകയില്ല. വിഷ്ടത്തിന്റെ സൃഷ്ടി ആരാണ്? വിഷ്ടത്തിന്റെ സൃഷ്ടി ശൈത്താനാണ്, വിഷ്ടത്തിന്റെ സൃഷ്ടി ജിന്നാണ്, വിഷ്ടത്തിന്റെ സൃഷ്ടി മലക്കാണ്, മനുഷ്യൻ മാത്രമല്ല. മനസ്സിലായോ? അപ്പൊ സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ശൈത്താന്റെ കഴിവിൽപ്പെട്ട കാര്യം, മലക്കിന്റെ കഴിവിൽപ്പെട്ട കാര്യം അവരോട് ചോദിച്ചാൽ ശിർക്കാവുകയില്ല എന്ന വാദം ജബ്ബാർ മൗലവി അട്ടിമറിച്ചു. എന്നിട്ട് എന്താക്കി? മനുഷ്യ കഴിവിന് അതീതം എന്നാക്കി. ഇൻഷാ അല്ലാഹ് മാലിക്കിന്റെ ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക, എന്നിട്ട് അതിനുള്ള മറുപടി ഞാൻ പറയാം. ശിർക്കാകണമെങ്കിൽ ജിന്ന് ഗൈബാകണം, അബോധികമാകണം, അതുപോലെ തന്നെ കാര്യകാര്യത്തിന് പുറത്താകണം. അപ്പൊ ഈ മനുഷ്യ കഴിവ് സൃഷ്ടി കഴിവ്, അപ്പൊ നമ്മൾ മനുഷ്യ കഴിവ് എന്നുള്ളത് സൃഷ്ടി കഴിവ് എന്നുള്ളത് മനുഷ്യ കഴിവിനാക്കണം. അപ്പൊ തൗഹീദിന്റെ നിർവചനത്തിൽ മാറ്റം വരുത്തിയിട്ട് മടവൂരികൾ പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ കഴിവാണ്. മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ള ചോദിച്ച ശിർക്കാണ്. മനുഷ്യല്ലാത്ത ഏത് പിന്നെ ചോദിച്ചാൽ ശിർക്കാണ്. സൃഷ്ടികളുടെ കഴിവ് എന്നുള്ളതൊക്കെ പിന്നെ വിശ്വക്കാരുണ്ടാക്കിയതാണ് എന്ന് പുതിയ കണ്ടെത്തൽ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക സഹോദരന്മാരെ, ഇത് പച്ചയായ അട്ടിമറി, 5, 6, 11 അട്ടിമറി. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യല്ലേ? പിന്നെ അപ്പൊ ഞാൻ അനസ് മൗലവി പറഞ്ഞു, ജിന്ന് അബോധികമല്ല, ഗൈബല്ല, അതുപോലെ തന്നെ കാര്യകാര്യത്തിന് പുറത്തല്ല. അത് അനസ് മൗലവി ഇല്ല, KNM പറഞ്ഞു. അനസ് മൗലവി ഇല്ല, KNM പറഞ്ഞു. പിന്നെ ഇനിയിപ്പോ എന്താണ്? മനുഷ്യ കഴിവ്, സൃഷ്ടി കഴിവ്. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു മൂലവുണ്ട്, അയാളുടെ സംസാരങ്ങൾ കേട്ടോളി. വിശ്വത്തിന്റെ ആൾക്കാര് ഈ കാര്യകാരണ ബന്ധങ്ങളെ സൃഷ്ടിയുടെ കാര്യകാരണ ബന്ധമാക്കിയിട്ട് നമ്മുടെ മുമ്പുള്ള പണ്ഡിതന്മാരെ പാവങ്ങള് നേരെ നേരെവാ ഇങ്ങനെ ജിന്നുവാദം വരുന്ന അവർക്കറിയില്ല. അവര് മനുഷ്യന്റെ കാര്യകാരണ ബന്ധത്തിന് പകരം ആരെങ്കിലും പണ്ഡിതന്മാര് സൃഷ്ടിയുടെ എന്ന് എഴുതി പോയിട്ടുണ്ടാവാം, പറഞ്ഞു പോയിട്ടുണ്ടാവാം. ഖുറാഫികൾ കാണിക്കാറില്ലേ? അൽ മുർഷിദ് നബിദിനെ ആഘോഷിക്കുന്ന മുജാഹിദ് നേതാവ് പറഞ്ഞു. ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. അൽ മുർഷിദിലുണ്ടാവും, പഴയ അൽമനാറിലും വന്നുണ്ടാവും. ഞെട്ടിനെന്തിന്? അവരൊക്കെ മുസ്ലിംമാരല്ലായിരുന്നു. അനസ് വലിയ മുസ്ലിംകാരല്ലായിരുന്നു. അനസ് മുസ്ലിയാർ പോലെ തന്നെ ഒരു മുസ്ലിയാരായിരുന്നു KM മൗലവി, വക്കം മൗലവി ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ സൃഷ്ടികളുടെ കഴിവെന്നൊക്കെ എഴുതി പോയിട്ടുണ്ടാവും. എന്താണ് ഇവർക്കൊക്കെ എന്ത് മുജാഹിദ് പാരമ്പര്യം? ഇവരാണല്ലോ മുജാഹിദ് പാരമ്പര്യം. അല്ലേ മൗലവി സാഹിബേ, നിങ്ങളെ CD ടവറിന് പ്രസിദ്ധീകരിക്കുന്നതല്ലേ അമാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷ അല്ലേ? അത് വിറ്റിട്ടല്ലേ കേന്ദ്രം കാര്യമായിട്ട് കാശുണ്ടാക്കുന്നത്? ആ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ തഫ്സീർ വായിച്ചിട്ടുണ്ട്. അതിലുണ്ട് സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളതാണ്, അതാണ് ഇബാദത്ത്, അതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞത് അമാനി മൗലവി എഴുതി വെച്ചിട്ടുണ്ട്. അമാനി മൗലവി എഴുതി വെച്ചതൊക്കെ ജബ്ബാർ മൗലവി വായിച്ചിട്ടുണ്ട്. മാലിക് പറയാണ്, ആരോട്? ജബ്ബാർ മൗലവിനോട് പറഞ്ഞു കൊടുക്കാണ്. ഏത്? ഈ മാലിക് പറഞ്ഞു കൊടുക്കാണ്. ജബ്ബാർ മൗലവി ഒന്ന് അമാനി മൗലവി വായിച്ചു നോക്കണം, സൂറത്തുൽ ഫാത്തിഹയുടെ വ്യാഖ്യാനം. 1985 അമാനി മൗലവി ഈ ഫാത്തിഹയുടെ വ്യാഖ്യാനം എഴുതുമ്പോ, അത് പ്രസിദ്ധീകരിച്ച് വന്നപ്പോ ജബ്ബാർ മൗലവി അത് വായിക്കുന്ന കാലത്ത് ഈ മാലിക് നിക്കറിട്ട് നടക്കുന്ന പ്രായം കൂടി ആയിട്ടുണ്ടാവൂല.
മനസ്സിലാക്കിയിട്ട് അവനാ പറയുന്നത് ജബ്ബാർ മൗലവിനോട് ഫാത്തിഹയുടെ വ്യാഖ്യാനം വായിക്കണമെന്ന്. ആര്? മാലിക്. ജബ്ബാർ മൗലവി തൗഹീദ് പഠിപ്പിക്കുമ്പോ, ഈ നാട്ടിലെ ആളുകൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുമ്പോ, അന്ന് നിക്കറിടാത്ത മൂക്കള വിളിച്ചു നടക്കുന്ന ചെക്കനാണ് ഇപ്പൊ വന്നിട്ട് ജബ്ബാർ മൗലവിക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കാൻ നിൽക്കുന്നത്. എന്താ ജബ്ബാർ മൗലവി പറഞ്ഞില്ല? എന്താ തെറ്റ്? മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അല്ലാഹുവല്ലാത്ത ആരോട് സഹായം തേടിയാലും ശിർക്ക് തന്നെ. അത് സൃഷ്ടി കഴിവ് ജബ്ബാർ മൗലവി അട്ടിമറിച്ചതല്ല. ഞാൻ അമാനി വായിക്കണം എന്നാ പറഞ്ഞത്. നിങ്ങൾ ആലോചിക്ക, അമാനി വായിച്ച മാലിക്കിന് വരാണെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിക്കാം. ജബ്ബാർ മൗലവിനെ വിളിച്ചിട്ട് മാലിക് നമ്മളൊക്കെ കൂടെ ഒരുമിച്ചിരുന്ന് ഈ കൊപ്രക്കളം സെന്ററിൽ അമാനി വായിക്കാം. അമാനി നമ്മൾക്ക് വായിച്ചരാ. നിങ്ങൾ നോക്കുക, അമാനി വേണമെങ്കിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. എന്താ ഈ സൃഷ്ടി കഴിവ് ഫാത്തിഹയുടെ സ്ഥലത്ത് അമാനി പറയുന്നത് എന്താ? അമാനി ഉദ്ദേശിക്കുന്ന സൃഷ്ടി ഏതാ? മാലിക്കിന്റെ ശൈത്താനല്ല. മനസ്സിലാക്കിക്കോ, മാലിക് പറയുന്ന ശൈത്താനല്ല അമാനി പറയുന്ന സൃഷ്ടി. ജബ്ബാർ മൗലവി പറഞ്ഞ സൃഷ്ടി മനസ്സിലാക്കിക്കോ. എന്താ അമാനി പറയുന്നത്? ഇപ്പറഞ്ഞതിൽ നിന്ന് സൃഷ്ടികളോട് ഫാത്തിഹയുടെ വ്യാഖ്യാനാണ്. ചിലപ്പോ ഇറങ്ങിയ കാലത്ത് ജബ്ബാർ മൗലവി നാട്ടിൽ തൗഹീദും ശിർക്കും വേർതിരിച്ച് ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന കാലത്ത് ചിലപ്പോ മാലിക്, എനിക്ക് തോന്നുന്നില്ല മാലിക് അന്ന് ട്രൗസർ പോലും ഇട്ടിട്ടുണ്ടാവൂല. ആ പ്രായമായിട്ടുണ്ടാവുള്ളൂ മാലിക്കിന്, ആ പ്രായമായിട്ടുണ്ടാവുള്ളൂ. ആ മാലിക് അന്ന് വായിക്കാൻ സൗകര്യം കിട്ടിയില്ലെങ്കിൽ ഇന്ന് വായിച്ചോ. എന്താ അമാനി പറഞ്ഞ സൃഷ്ടി ആരാ? അപ്പൊ മാലിക് പറഞ്ഞെന്താ? സൃഷ്ടി കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം തേടുന്നതാണ് ഇബാദത്തെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അമാനി പറഞ്ഞിട്ടുണ്ട്. അത് ജബ്ബാർ മൗലവിക്ക് തിരിഞ്ഞിട്ടില്ല. അത് ജബ്ബാർ മൗലവി ഒന്ന് വായിച്ചു നോക്കി എന്നാ പിന്നെ മാലിക് പറഞ്ഞത്. മാലിക് ഞങ്ങൾ വായിച്ചരാ, മാലിക് ഞങ്ങൾ വായിച്ചു തരാം. അതാ വായിച്ചോ. ഈ പറഞ്ഞതിൽ നിന്ന് സൃഷ്ടികളോട് യാതൊരു കാര്യത്തിലും സഹായം അർത്ഥിക്കേണ്ടതില്ലെന്നോ അർത്ഥിച്ചുകൂടാ എന്നോ ധരിക്കേണ്ടതില്ല. ഏതാ സൃഷ്ടി? ഏതാ സൃഷ്ടി? മാലിക്കിന്റെ ശൈത്താനാ? മാലിക്കിന്റെ ശൈത്താനാണോ ഈ സൃഷ്ടി? അതോ മനുഷ്യനാണോ? അഥവാ എന്താ എന്ന് ധരിക്കേണ്ടതില്ല. അള്ളാഹു പറയുന്നു. എന്നിട്ട് ആ സൃഷ്ടിനെ പരിചയപ്പെടുത്താം. അഥവാ സൂക്ഷ്മത പാലിക്കുന്നതിലും നിങ്ങൾ പിന്നെ പുണ്യത്തിലും നിങ്ങൾ അന്യോന്യം സഹകരണം നൽകുവിൻ എന്ന ആയത്തോതി. എന്നിട്ട് അമാനി പറയുന്നു, മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള കഴിവുകളിൽപ്പെട്ടതും നല്ലതുമായ ഏതു കാര്യങ്ങളിലും പരസ്പരം സഹകരണം ചെയ്യണമെന്ന് സാരം. ഏതാ സൃഷ്ടി? അമാനി പറഞ്ഞ സൃഷ്ടി ഏതാ മാലിക്കേ? നിന്റെ ശൈത്താനാണോ അതോ ജബ്ബാർ മൗലവി പറഞ്ഞ മനുഷ്യനാണോ? നീ ഒന്നുകൂടി വായിക്കണം പ്രിയപ്പെട്ട മാലിക്കേ, നീ ഒന്നുകൂടി വായിക്കണം. ജബ്ബാർ മൗലവി നിനക്ക് വായിച്ചു തരും. ഞങ്ങൾക്കൊക്കെ ജബ്ബാർ മൗലവി വായിച്ചിട്ട് ആ തൗഹീദാ ഞങ്ങൾ പഠിച്ചത്. മനസ്സിലായോ? എന്തോ ഗുരുതരമായ അപരാധം ജബ്ബാർ മൗലവി പറഞ്ഞെന്നുള്ള നിലക്കാണ് ഈ മാലിക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ സൃഷ്ടി ആരാ? മനുഷ്യനാണ്. എന്നിട്ട് അമാനി മൗലവി വീണ്ടും പറയുന്നു, ഇത് തെറ്റല്ലെന്ന് മാത്രമല്ല ചിലപ്പോൾ അത്യാവശ്യവും ചിലപ്പോൾ അനിവാര്യവും കൂടിയായിരിക്കും. ഏത്? സൃഷ്ടിനോട് സഹായം തേടല്. ആ സൃഷ്ടി ആരാ മാലിക്? അമാനി പറഞ്ഞത് മനുഷ്യനാണ് എന്നാണ്. എന്നിട്ട് യഅജൂജ് മഅജൂജിന്റെ ഉദാഹരണം കൊടുത്തു. ദുൽഖർനൈൻ മനുഷ്യരോട് സഹായം ചോദിച്ചതിന്റെ ഉദാഹരണം കൊടുത്തു. എന്നിട്ട് അദ്ദേഹം സൂറത്ത് കഹഫ് പ്രതിപാദിച്ചു. എന്നിട്ട് പറയാണ്, എന്നാൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തതും അദൃശ്യമാർഗത്തിലൂടെ അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടതുമായ കാര്യങ്ങളിൽ അവനോട് മാത്രമേ സഹായം തേടാവൂ എന്നതിൽ സംശയമില്ല. അത്തരം കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത ആരോടും സഹായം അർത്ഥിക്കുന്നത് കേവലം നിരർത്ഥകമാണെന്ന് മാത്രമല്ല അത് ശിർക്കും സൃഷ്ടികൾക്ക് ദിവ്യത്വം കൽപ്പിക്കലുമാകുന്നു. അപ്പൊ കേട്ടോ, ശരിക്ക് കേട്ടോ, സൃഷ്ടി എന്ന് അമാനി അവിടെ പരാമർശിച്ചത് ആരെയാണ്? മനുഷ്യനെയാണ്. ജബ്ബാർ മൗലവി പറഞ്ഞു മനുഷ്യനെ, മാലിക്കിന്റെ ശൈത്താനല്ല. ഇനി ഈ കാര്യം ജബ്ബാർ മൗലവി മാത്രം പറഞ്ഞാണോ? നിങ്ങൾ അടുത്ത ക്ലിപ്പ് നിങ്ങൾക്ക് കാണാം. നോക്ക്, വക്കം മൗലവിയുടെ പിന്നെ വാക്കുകൾ ആരാ ഉദ്ധരിച്ച്? ഉമർ മൗലവി. ഇതാ കേട്ടോട്ടോ, മാലിക് അട്ടിമറി, കേരളം നടത്തിയ അട്ടിമറി. ഇതാ കേട്ടോ, എന്താ
നിന്നോട് മാത്രം ഞങ്ങൾ സഹായമർത്ഥിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായമർത്ഥിക്കുന്നു എന്ന വാക്യം മനുഷ്യ ശക്തിക്കപ്പുറത്തുള്ള കാര്യങ്ങളിൽ ദൈവത്തോടല്ലാതെ മറ്റാരോടും നാം സഹായത്തെ അർത്ഥിക്കരുതെന്ന് പഠിപ്പിക്കുന്നു ജബ്ബാർ മൗലവി പഠിപ്പിച്ച തൗഹീദ്. കൊപ്രക്കലത്ത് പി.കെ. ജബ്ബാർ മൗലവി പഠിപ്പിച്ച തൗഹീദ് ആരാ പഠിപ്പിച്ചത്? വക്കം മൗലവി. മനുഷ്യ ശക്തിയിൽ അടങ്ങിയ ശക്തികളിൽ മനുഷ്യർ പരസ്പരം സഹായത്തെ അർത്ഥിക്കുന്നതിന് വിരോധമില്ല. സൽക്കർമ്മങ്ങളിൽ അന്യോന്യം സഹായിക്കുവാൻ ഖുർആൻ തന്നെ നമ്മളെ അനുശാസിക്കുന്നു. ആരാ പറയുന്നത്? വക്കം മൗലവി. എന്നിട്ട് ഈ ഉദ്ധരണി കൊടുത്തിട്ട് ഉമർ മൗലവി പിന്നെ വിശദീകരിക്കുന്നുണ്ട്. എന്താ അറിയോ? ഇബാദത്ത്, ഇസ്തിആനത്ത് എന്നീ രണ്ടു വിഷയങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് എന്റെ സ്വന്തം വകയിൽ നിന്ന് കാണിക്കുവാനാണ് ഇത് ഞാൻ ഉദ്ധരിച്ചത്. ഏത്? വക്കം മൗലവിനെ ഞാൻ ഉദ്ധരിച്ചത് എന്തിനാ ഉമർ മൗലവി പറഞ്ഞത്? ഞാൻ പറഞ്ഞത് എൻ്റെ സ്വന്തം വകയല്ല, വക്കം മൗലവി പറഞ്ഞ കാര്യമാണ്. ആ കാര്യം ഏതാണ്? ഇയ്യാക നസ്തഈൻ എന്ന വാക്യം മനുഷ്യ ശക്തിക്കപ്പുറത്തുള്ള കാര്യങ്ങളിൽ ദൈവത്തോടല്ലാതെ മറ്റാരോടും നാം സഹായത്തെ അർത്ഥിക്കരുതെന്ന് പഠിപ്പിക്കുന്നു. അപ്പൊ വക്കം മൗലവിയുടെ വാദം എന്താ? ഇപ്പൊ ജബ്ബാർ മൗലവി പറഞ്ഞ വാദം, മാലിക്കിട്ട ക്ലിപ്പിൽ ജബ്ബാർ മൗലവി പറഞ്ഞല്ലോ ആ വാദം. ഉമർ മൗലവിന്റെ വാദം എന്താ? ഞാൻ ഈ ഉദ്ധരണി കൊണ്ടുവരുന്നത് തന്നെ വക്കം മൗലവി ഞാൻ പറഞ്ഞത് തന്നെയാണ് പറഞ്ഞതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാ. എന്നിട്ട് പറയാ KM മൗലവി, PK മൂസ മൗലവി, MCC അബ്ദുറഹ്മാൻ മൗലവി എന്നിവർ കൂടി തയ്യാറാക്കിയ ഖുർആൻ പരിഭാഷയിലും ഇത് തന്നെയാണ് വിവരിച്ചത്. പാരമ്പര്യം കൂടുന്നു. ജബ്ബാർ മൗലവിയുടെ വാദത്തിന് പാരമ്പര്യം കൂടുന്നു. മാലിക്കേ വക്കം മൗലവി മാത്രമല്ല, ഉമർ മൗലവി, KM മൗലവി, PK മൂസ മൗലവി, MCC അബ്ദുറഹ്മാൻ മൗലവി, കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പൂർവ്വ പിതാക്കന്മാർ മുഴുവൻ ആരോടൊപ്പാണ്? ജബ്ബാർ മൗലവി പറഞ്ഞെടുത്ത്. മാലിക്കിന്റെ ശൈത്താന്റെ ഒപ്പം ആരുമില്ല. മനസ്സിലായ? മാലിക്കിന്റെ ശൈത്താനെ വിളിക്കുന്നത് ശിർക്കല്ലെന്ന് പറയാൻ ആരുമില്ല. ജബ്ബാർ മൗലവി പറഞ്ഞതുപോലെ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അല്ലാത്തവരുടെ സഹായം തേടുന്നത് ശിർക്കാണ് എന്ന ജബ്ബാർ മൗലവിയുടെ പൊന്നുരുക്കിയ വാദം. അതാണ് ആര വാദം? വക്കം മൗലവിന്റെ വാദം, KM മൗലവിന്റെ വാദം, MCCന്റെ വാദം, PK മൂസ മൗലവിന്റെ വാദം, ഉമർ മൗലവിന്റെ വാദം. ഇനി നോക്കൂ കുഞ്ഞീദ് മദനി. അടുത്തത് കാണാം. കുഞ്ഞീദ് മദനി ഏതിലാ? അള്ളാഹുവിന്റെ ഔലിയാക്കൽ. അള്ളാന്റെ ഔലിയാക്കൽ ഏതാ? 102. മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അല്ലാത്തവരുടെ സഹായം തേടിയാൽ ഷിർക്കാണ് എന്ന KNM-ന്റെയും ജബ്ബാർ മൗലവിയുടെയും വാദം ആര് പറയുന്നു? കുഞ്ഞീദ് മദനി പറയുന്നു. ഏതാ? ആപൽഘട്ടങ്ങളിലും അല്ലാത്തപ്പോഴുമുള്ള പ്രാർത്ഥനയ്ക്ക് പൊതുവിൽ ദുആ എന്ന് പറയുന്നു. എന്നാൽ ആപൽഘട്ടങ്ങളിലുള്ള സഹായാർത്ഥനയ്ക്ക് മാത്രമാണ് സാധാരണ ഇസ്തിഗാസ എന്ന് പ്രയോഗിക്കപ്പെടുന്നത്. മനുഷ്യ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ അന്യോന്യം സഹായാർത്ഥന നടത്താൻ ഇസ്ലാം അനുവദിച്ചതാണ്. അവർ അന്യോന്യം സഹായിക്കണമെന്ന് ഇസ്ലാം നിർദ്ദേശിച്ചതുമാണ്. എന്നാൽ മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ, കേട്ടോളൂ, എന്നാൽ മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായം നടത്തുന്നത് ഷിർക്കാണ്, ബഹുദൈവാരാധനയാണ്. പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പരമാർത്ഥമായിട്ടുള്ള ഉത്തമ നൂറ്റാണ്ടുകളിൽ സത്യവിശ്വാസമായി നിലവിലുണ്ടായിരുന്നതും ഇതാണ്. ഉത്തമ നൂറ്റാണ്ടിൽ ജബ്ബാർ മൗലവി പറഞ്ഞ മനുഷ്യശക്തി, സഹാബികളുടെ നിലപാട്, ജബ്ബാർ മൗലവി പറഞ്ഞ മനുഷ്യശക്തി. ഇനി ഞാൻ പെട്ടെന്ന് ഓടിച്ചു പറയാം. അടുത്ത നിങ്ങൾ നോക്കൂ, കുഞ്ഞീദ് മദനി തന്നെ, അഹ്ലുസുന്നത്തി വൽ ജമാഅ. ജബ്ബാർ മൗലവി പറഞ്ഞത് മാലിക്കെ ശരിക്കും പഠിച്ചോളണം. ജബ്ബാർ മൗലവി പറഞ്ഞത് കൃത്യമായിട്ട് പഠിച്ചോളണം. അതാണ് കൃത്യമായ പ്രാർത്ഥന. എന്ത് പ്രാർത്ഥന? ആവാത്ത സഹായത്തേട്ടെന്ത് എന്നതിൻ്റെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാട്, വക്കം മൗലവിൻ്റെ നിലപാട്, ഉമർ മൗലവിൻ്റെ നിലപാട്. ഏതാണ്? മനുഷ്യശക്തി, മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ ആരോട് സഹായം തേടിയാലും ഷിർക്കാണ്. ഇതാ കുഞ്ഞീദ് മദനി പറയുന്നു, കരയിലോ കടലിലോ വായുവിലോ വെച്ച് മനുഷ്യൻ അത്യാപത്തിലകപ്പെടുന്നു. കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള രക്ഷാമാർഗങ്ങൾ തൻ്റെ മുമ്പിൽ അടഞ്ഞു പോകുന്നു. തൻ്റെ സർവ്വ കഴിവുകളും തന്ത്രങ്ങളും തളർന്നു പോകുന്നു. മരണം തന്നെ മാടി വിളിക്കുന്നതായി അവന് തോന്നുന്നു. ഇനി തനിക്ക് വല്ല രക്ഷയും ലഭിക്കണമെങ്കിൽ അത് മനുഷ്യാതീത ശക്തിയിൽ നിന്ന്
മാത്രമാണ് എന്ന് അവന് ദൃഢബോധ്യമാവുകയും ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിക്കാണ് ഈ വചനങ്ങളിൽ ദഅൗ, തദ്ഊന, യദ്ഊന എന്നീ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാണ് മലയാളത്തിൽ പ്രാർത്ഥിക്കുക, വിളിച്ച് സഹായം തേടുക, വിളിച്ച് പ്രാർത്ഥിക്കുക, രക്ഷ തേടുക എന്നെല്ലാം പറയുന്നത്. ഏതാ? മനുഷ്യശക്തിക്ക് അതീതമായ കാര്യങ്ങളിൽ അല്ലാത്തവരുടെ സഹായം തേടുന്നത് ശിർക്കാണ്. അതിനെയാണ് പ്രാർത്ഥന എന്ന് പറയാ. പഠിപ്പിച്ചത് ആരാ? കുഞ്ഞീദ് മദനി, ഫൈസൽ മുസ്ലിയാർ ഉസ്താദ്, കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുൻ നേതാവ്, നമ്മുടെ പണ്ഡിതൻ, മുജാഹിദ് പാരമ്പര്യം നമുക്ക് പകർന്നു തന്ന പണ്ഡിതൻ. അദ്ദേഹം പറഞ്ഞ വാദാണ് ജബ്ബാർ മൗലവി പറഞ്ഞത്. ഇനി നോക്കൂ, ഇനി അബ്ദുൽ ഹക്ക് സുല്ലമി, ധാരാളമുണ്ട്, ഒരുപാട് സംസാരിക്കാൻ ആളുകളുള്ളൂടെ ഞാൻ ചുരുക്കാണ്. ഇനി അബ്ദുൽ ഹക്ക് സുല്ലമി, അദ്ദേഹത്തിൻ്റെ നിങ്ങൾ നോക്കൂ, അടുത്ത ക്ലിപ്പിൽ അബ്ദുൽ ഹക്ക് സുല്ലമി ഇവരെ കൂട്ടത്തിൽ നിന്നായിരുന്നല്ലോ മൂപ്പർ അവസാന സമയം ഉണ്ടായിരുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും ചൊരിഞ്ഞു കൊടുക്കട്ടെ. നിങ്ങൾ നോക്ക് അദ്ദേഹത്തിൻ്റെ വാദം കേട്ടോ, വായിച്ചോ. മനുഷ്യ കഴിവിന് അതീതമായ പ്രശ്നങ്ങളിൽ മറഞ്ഞ വഴിയിലൂടെ എങ്ങനെ സഹായം ലഭിക്കുന്നുവെന്നറിയാതെ ഏത് സഹായവും എത്തിക്കാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. എന്നാൽ ഈ സത്യത്തിൽ നിന്ന് വളരെ അകലത്തിലാണ് ദൈവവിശ്വാസികൾ. പടച്ച റബ്ബിനെ ഒരു നോക്കുകുത്തിയാക്കി നിർത്തി അവന്റെ സൃഷ്ടികളോട് സഹായം തേടുന്നു. മലക്കുകൾ, ജിന്നുകൾ, മരണപ്പെട്ടവർ, ജീവിച്ചിരിപ്പുള്ളവർ, വൃക്ഷങ്ങൾ, സർപ്പങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, പ്രകൃതി പ്രതിഭാസങ്ങൾ, വായു, അഗ്നി, ഇടമിന്നൽ, അങ്ങനെ എല്ലാത്തിനോടും തന്നെ രക്ഷിക്കാനും സഹായിക്കാനും മനുഷ്യൻ അർത്ഥിക്കുന്നു. പുരാതന കാലത്ത് മരണപ്പെട്ടവരുടെ പ്രതിമകൾക്കും അവർ അടക്കം ചെയ്ത ഖബറുകൾക്കുമാണ് ഈ സഹായത്തേട്ടമാകുന്ന ആരാധന സമർപ്പിച്ചിരുന്നതെങ്കിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ IT യുഗത്തിൽ തന്നെ പോലെ ജീവിക്കുന്ന മനുഷ്യന് ഈ ആരാധന സമർപ്പിക്കുന്നു. ഏതാരാധന? മനുഷ്യ കഴിവിനതീതമായ പ്രശ്നങ്ങളിൽ മറഞ്ഞ വഴിയിലൂടെ അല്ലല്ലാത്തവരുടെ സഹായം തേടാ. മനസ്സിലായോ? മാലിക്ക് കൊപ്രക്കളത്ത് മാലിക്ക് വന്നുകൊണ്ട് കിട്ടിയൊരു ഉപഹാരമാണ്. കൊപ്രക്കളത്ത് മാലിക്ക് വന്നുകൊണ്ട് മാലിക്കിന് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ അവസരം കിട്ടി. ഇനി അടുത്തൊരു ക്ലിപ്പ്, അത് ഒന്ന് മാറ്റിയിട്ട് നമ്മളെ സമയം കുറച്ചാണ്, മാറ്റിക്കോ. അടുത്തൊരു ക്ലിപ്പ് നിങ്ങൾ കേട്ട് നോക്ക്. ഏതാ പറയുന്നത്? മനുഷ്യ കഴിവിന് അതീതമായ കാര്യത്തിൽ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്ന ശിർക്കാണോ അല്ലേ? ഇതാ ഏറ്റവും നല്ല ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു നമ്മുടെ മകളെ. ഇപ്പൊ ഡോക്ടർമാരൊക്കെ കഴിയുക, അവസാനം ഏത് ഡോക്ടറും പറയും അതിന് ജാതി മതമൊന്നുമില്ല. ബാലൻ ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ, ജോസഫ് ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ, മുഹമ്മദ് ഡോക്ടർ അങ്ങനെ. അവർ പറയുന്നത് ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ ശ്രമിച്ചു. ഇനി നിങ്ങൾ ദൈവത്തോട് പറയും. അപ്പൊ മനുഷ്യന്റെ കഴിവ് അസ്തമിക്കുന്നിടത്ത് നിന്നാണ് പ്രാർത്ഥന. കേട്ടോ, മനുഷ്യന്റെ കഴിവ് അസ്തമിക്കുന്നിടത്താണ് പ്രാർത്ഥന ആരംഭിക്കുന്നത് എന്ന് ആരാ പഠിപ്പിച്ചത്? ഇന്ന് വിസ്റ്റത്തിന്റെ പ്രമുഖ പ്രഭാഷകൻ മുജാഹിദ് ബാലുശ്ശേരി ഇതാ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിരുന്നത്. ഇനി അടുത്ത നോക്ക്, അടുത്ത നിങ്ങൾക്ക് കേൾക്കാം. അടുത്ത ജിന്നുവാദം കൊണ്ടുവന്ന ആള് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് പറയുന്നത്. അടുത്തതൊന്ന് കേട്ടു നോക്ക്. ജിന്നുകളെ വിളിച്ചു നേടിയാൽ ഉത്തരം കിട്ടൂല, കാരണം ജിന്നുകൾക്ക് എനിക്ക് കഴിവ് കൊടുത്തിട്ടില്ല. പക്ഷെ അവരെ കഴിവിൽപ്പെട്ട കാര്യത്തിൽ തന്നെ സഹായം ചോദിക്കാൻ പറ്റുമോ എന്ന് ചില ആളുകൾ ചോദിച്ചല്ലോ. മലക്കുകൾക്ക് അതിനൊന്നും കഴിയില്ല. കാരണം മലക്കുകൾക്ക് അള്ളാഹു നിശ്ചയിച്ച റൂട്ട് ഒരു യന്ത്രത്തെ പോലെ അള്ളാഹ് കൽപ്പിച്ചു, അതങ്ങനെ ചെയ്യാനേ കഴിയുള്ളൂ. അവർക്ക് ഇഖ്തിയാറില്ല, സ്വാഭിപ്രായം അനുസരിച്ച് ചെയ്യാനും ചെയ്യാതിരിക്കാൻ കഴിയില്ല. ജിന്നുകൾ അങ്ങനെയല്ല, മനുഷ്യരെ പോലെ തന്നെ ഒരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. പക്ഷെ അവരോട് നമുക്കിപ്പോൾ ഒരാൾ ചോദിക്കാൻ, ഡോക്ടറോട് സഹായം ചോദിക്കുന്ന പോലെ ഇവിടെയൊക്കെ മുസ്ലിം ജിന്നുകൾ ഉണ്ടാവുമല്ലോ, ഓരോട് നമുക്ക് സഹായം ചോദിക്കാൻ പറ്റുമോ? സഹായം ചോദിക്കാൻ അവരെ നമുക്ക് കീഴ്പ്പെടുത്തി തരികയും അവരെ നമുക്ക് സഹായികളായി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സഹായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞിട്ടില്ല. അത് സുഹൃത്തുക്കളെ അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. അതേസമയം മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ ആരോട് ചോദിച്ചാലും അത് പ്രാർത്ഥനയാണ്. അത് ജിന്നിനോട് ചോദിച്ചാലും മലക്കിനോട് ചോദിച്ചാലും ആരോട് ചോദിച്ചാലും അത് പ്രാർത്ഥനയാണ്. സത്യനിഷേധം കണ്ടോ? മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ജിന്നിനോട് ചോദിച്ചാലും മലക്കിനോട് ചോദിച്ചാലും പ്രാർത്ഥനയാണ്. ഇതാണ് ജബ്ബാർ മൗലവി പറഞ്ഞത്. ഇതാണ് വിസ്ഡം എന്ന് പറയുന്ന ചിന്ത രൂപപ്പെടുന്നതിന് മുമ്പ് കേരളത്തിലെ മുജാഹിദുകൾ മുഴുവൻ പറഞ്ഞത്. നിങ്ങളെ കൂട്ടത്തിൽ ഇപ്പോ ജിന്നുവാദം പിടിച്ച മുജാഹിദ് ബാലുശ്ശേരിയും ജിന്നുവാദം അവതരിപ്പിച്ച് പ്രചരിപ്പിച്ച സക്കരിയ സ്വലാഹിയും രണ്ടു കൂട്ടരും അവരുടെ നല്ല കാലത്ത്, മുജാഹിദ് പാരമ്പര്യമുള്ള കാലത്ത്, അഹ്ലുസുന്നയുടെ പാരമ്പര്യമുള്ള കാലത്ത്, സലഫിന്റെ പാരമ്പര്യമുള്ള കാലത്ത് അവരെല്ലാം പറഞ്ഞത് അതാ, മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അല്ലാത്തൊരു സഹായം തേടിയാൽ അത് ശിർക്കാണ്. അപ്പൊ ഇനി മാലിക്ക് കൊണ്ടുവരും. എന്തറിയോ? നമ്മുടെ പണ്ഡിതന്മാരുടെ പഴ ഉദ്ധരണി, സൃഷ്ടി കഴിവിന് അതീതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവരുദ്ദേശിച്ച സൃഷ്ടി ഏതാ? മാലിക്ക്.
അവരുദ്ദേശിച്ച സൃഷ്ടി മനുഷ്യനാണ്. മാലിക്കിന്റെ ശൈത്താനല്ല, വിസ്റ്റത്തിന്റെ ശൈത്താനല്ല, മറിച്ച് മനുഷ്യനാണ് ഇത് അട്ടിമറിച്ചത്. നിങ്ങളൊന്ന് കാണണം, അത് പ്രത്യേകം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇത് അട്ടിമറിച്ചത് എന്താണെന്നറിയോ? ഇവർ അട്ടിമറിച്ചത് 2008 2008 അതിനു മുമ്പ് തന്നെ ഈ മനുഷ്യ കഴിവ് അട്ടിമറിച്ച് സൃഷ്ടി കഴിവാക്കുക, എന്നിട്ട് സൃഷ്ടി കഴിവിൻ്റെ ഉള്ളിൽ ശൈത്താനെ കൂട്ടുക. ഇതാണ് ഇവരുടെ മെയിൻ ടാർഗറ്റ്. സൃഷ്ടി കഴിവ് നമ്മുടെ പൂർവ്വപണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിച്ചത് ആരെയാണ്? മനുഷ്യനാണ്. അതുകൊണ്ട് ഉദ്ദേശിച്ച മനുഷ്യനെയാണ്. മനുഷ്യ കഴിവെന്നും പറഞ്ഞിട്ടുണ്ട്, സൃഷ്ടി കഴിവെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിച്ചത് ആരെയാണ്? മനുഷ്യനെ മാത്രമാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ശൈത്താനെ കൊണ്ടുവന്ന് തിരികിയത് ആരാണ്? ഇവരാണ്. അതിൻ്റെ പ്ലാൻ നിങ്ങൾ നോക്കുക. അടുത്ത ക്ലിപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം. ആ പുസ്തകം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇസ്ലാഹ് നിങ്ങൾ നോക്കിയാൽ കാണാം. 2008 ഇത് വ്യാപകമായിട്ട് ഇറങ്ങി. ഞാൻ ആ ഭാഗം മാത്രം ഒന്ന് വായിക്കാം. എന്താ ഇവിടെ ഒരു സംശയമുണ്ടാകും. എങ്കിൽ എന്തിനാണ് മനുഷ്യ കഴിവിനതീതമായ എന്ന് പ്രയോഗിച്ചത്? മനുഷ്യ കഴിവ് അട്ടിമറിക്കുകയാണ്. മാലിക്കിന്ന് കൊപ്രക്കളത്ത് വന്നെടുത്ത പണി 2008 സക്കരിയ സലാഹി ചെയ്യാണ്. ജബ്ബാർ മൗലവിക്കെതിരെ മാലിക്കിന്റെ അട്ടിമറി നടന്നല്ലോ. ആ അട്ടിമറി പഠിപ്പിച്ചെടുത്ത സക്കരിയാണ്. 2008 ഇസ്ലാഹ് മാസികയിലാണ്. ഇവിടെ ഒരു സംശയമുണ്ടാകാം. എങ്കിൽ എന്തിനാണ് മനുഷ്യ കഴിവിനതീതമായ എന്ന് പ്രയോഗിച്ചത്? സൃഷ്ടികളുടെ കഴിവിനതീതമായ എന്ന് പ്രയോഗിച്ചാൽ പോരെ? ഇതാണോ സംശയം? അതിനുള്ള മറുപടി ഇതാണ്. ഇന്ന് മുസ്ലിങ്ങളിലെ ബഹുദൈവ വിശ്വാസികളെല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്നത് പ്രധാനമായും മരിച്ചുപോയ മഹാന്മാരെയും പുണ്യപുരുഷന്മാരെയുമാണ്. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങളെ നിങ്ങൾ ചോദിക്കുന്ന ഈ കാര്യം കേവലം മനുഷ്യനായ അദ്ദേഹത്തിന്റെ കഴിവിൽപ്പെട്ടതല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ് ഉദ്ദേശം. ബദരീങ്ങൾ, മൊഹീദ്ദീൻ ഷേഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടങ്ങിയ മഹാന്മാരെ വിളിച്ചു തേടുന്നവരെയാണ് സലഫികൾക്ക് അഭിമുഖീകരിക്കാനുള്ളത്. എന്നതിനാൽ ഈ പ്രയോഗം തെറ്റാണെന്ന് പറഞ്ഞുകൂടാ. മരിച്ചുപോയ മനുഷ്യന്മാരെ വിളിച്ച് തേടുന്ന ആളുകളോട് പ്രയോഗിച്ച പ്രയോഗമായതുകൊണ്ട് മനുഷ്യ കഴിവിന് അതീതെന്ന് പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞുകൂടാ. എങ്കിലും വിഷയം കൂടുതൽ വ്യക്തമാകാൻ നല്ലത് സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് എന്ന് തന്നെ കൃത്യമായി പ്രയോഗിക്കുന്നതാണ്. അത് പ്രയോഗിച്ചിട്ട് ശൈത്താനെ കൊണ്ടുവരണം അതിൻ്റെ ഉള്ളിലേക്ക്. കണ്ടോ, മനുഷ്യ കഴിവ് എന്നതിനേക്കാൾ ക്ലാരിറ്റി ഉള്ളത് ഏതാ? സൃഷ്ടി കഴിവാ. അപ്പോൾ മനുഷ്യ കഴിവ് അത്ര അങ്ങോട്ട് പോരാ. ഇത് പറഞ്ഞതാരാ? സക്കരിയ സലഹി. അട്ടിമറിക്കാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, കൃത്യമായി പ്രയോഗിക്കുകയാണ് എന്നതിൽ തർക്കമില്ല. അങ്ങനെയും പല സ്ഥലത്തും മുജാഹിദുകൾ മുമ്പേ എഴുതിയിട്ടുണ്ട്. ചുരുക്കത്തിൽ മുജാഹിദുകൾ മനുഷ്യ കഴിവിനതീതം, സൃഷ്ടി കഴിവിനതീതം എന്നിങ്ങനെ മാറി മാറി പ്രയോഗിച്ചതിനാൽ രണ്ടും ഒരർത്ഥത്തിലാണെന്ന് മനസ്സിലാക്കാം. മാറ്റിമറിക്കാണ്. അത് ഒരർത്ഥത്തിലാണ്. ഏതർത്ഥത്തിലാ? മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ, ശൈത്താൻ എന്നുള്ള അർത്ഥത്തിലല്ല. മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ, ശൈത്താൻ എന്നുള്ള അർത്ഥത്തിൽ നിങ്ങളാണ് കൊണ്ടുവന്നത്. സക്കരിയ സലാഹി എഴുതുന്നു, അപ്പോൾ മനുഷ്യ കഴിവിനതീതം എന്ന് ദുആയുടെ വിവരണങ്ങളിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം മനുഷ്യന്റെ മാത്രം കഴിവിനതീതം എന്നല്ല, പ്രത്യുത സൃഷ്ടികളുടെ കഴിവിനതീതം എന്നാണ്. മാറ്റിമറിക്കുക. എന്തിനാ മാറ്റിമറിക്കണെന്നറിയോ? മാറ്റിമറിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടോ, വലിയ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. മുജാഹിദുകൾ മനുഷ്യ കഴിവിനതീതം എന്ന വാക്ക് ഫൈസി വാദിക്കും പോലെ അക്ഷരാർത്ഥത്തിൽ പ്രയോഗിച്ചതാണെങ്കിൽ ആനയെ ചടി വലിക്കാൻ വിളിക്കുന്നതും പോലീസ് നായയെ കേസ് തെളിയിക്കാൻ കൊണ്ടുവരുന്നതും ശിർക്കാണെന്ന് ജനങ്ങളോട് പറയേണ്ടി വരുമായിരുന്നില്ലേ എന്നാ. മനുഷ്യ കഴിവെന്ന് വെച്ച് കഴിഞ്ഞാലേ മൂപ്പർ പ്രശ്നം എന്താ? അപ്പൊ പിന്നെ ആനനെ ഉപയോഗിച്ചാലോ തടി വലിക്കാൻ? അപ്പോൾ നായനെ ഉപയോഗിച്ചിട്ട് കേസന്വേഷണത്തിന് മണം പിടിക്കാൻ ഉപയോഗിച്ചാലോ? അപ്പം നായക്കഴിവായില്ലേ? ആനക്കഴിവായില്ലേ? മനുഷ്യ കഴിവ് മാത്രം ആവില്ലല്ലോ. ഇതാണ് ഈ മനുഷ്യൻ പ്രചരിപ്പിച്ചത്. ഇത് ഏറ്റെടുത്തിട്ട് കൊപ്രക്കളത്ത് വന്നിട്ട് ഈ സക്കരിയുടെ ഈ മണ്ടൻ വാദം ഏറ്റെടുത്തിട്ട് മാലിക്കിനെ വിസ്റ്റം കൊണ്ടുവന്നു. എന്നിട്ട് മാലിക് എന്ത് ചെയ്തു? മാലിക് ജബ്ബാർ മൗലവിന്റെ ക്ലിപ്പിട്ടു. മാലിക്കിന് ഇതറിയില്ലല്ലോ. അതുകൊണ്ട് മാലിക് അത് ഏറ്റു പറഞ്ഞു. ജബ്ബാർ മൗലവിനെ വെല്ലുവിളിച്ചു. നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾ തന്നെയാണ് ഇതൊക്കെ മുമ്പ് എഴുതി വെച്ചത്. ഞാൻ അവസാനിപ്പിക്കാണ്. വിസ്റ്റം ആദ്യം പഠിപ്പിച്ചതും ഇപ്പൊ പഠിപ്പിക്കുന്നതും എന്താ? ഞാൻ വ്യക്തികളുടെ മാറ്റത്തെ പറ്റിയിട്ടല്ല, ഒരു ആശയത്തിന്റെ മാറ്റത്തെ പറ്റിയിട്ട് പറയാ. അടുത്തൊരു ക്ലിപ്പ് ഒന്ന് കിട്ടും. അടുത്ത് കിട്ടും. 14-ാമത്തെ ക്ലിപ്പിൽ നിങ്ങൾക്ക് കാണാം. നിങ്ങളെല്ലാം ഇത് കൃത്യമായിട്ട് നോക്കി വെച്ചോ. ആരാണ് മാറ്റിയത്? ആരാണ് അട്ടിമറിച്ചത്? ഈ ഇസ്ലാഹ് ഏതാണെന്ന് അറിയോ? ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം. മാർച്ച് 2007 മാർച്ച് മാസത്തിൽ
മാർച്ച് കഴിഞ്ഞിട്ട് ഏപ്രിലാണ് ജബ്ബാർ മൗലവി ഈ ജിന്ന് ശൈത്താൻ വാദം അവതരിപ്പിക്കുന്നത്. ജബ്ബാർ മൗലവി, ഏത് ജബ്ബാർ മൗലവി? മരിച്ചുപോയ ജബ്ബാർ മൗലവി, അൽ ഇസ്ലാം മാസികയിൽ, നമ്മളെ കൊപ്രകാലത്തെ ജബ്ബാർ മൗലവി അല്ല കേട്ടോ, മരിച്ചുപോയ അൽ ഇസ്ലാം മാസികയിൽ ഈ ശൈത്താൻ വാദം ആദ്യമായിട്ട് എഴുതി അവതരിപ്പിച്ച് വിവാദമാക്കിയ ജബ്ബാർ മൗലവിയുടെ ലേഖനം വരുന്നത് എങ്ങനെ? ഏപ്രിലാണ്, 2007 ഏപ്രിൽ. അതിനൊരു മാസം മുമ്പ് ഇസ്ലാഹിൽ ഇത് എഴുതി. എന്താ എഴുതിയത്? ശരിക്കും വായിച്ചോ. ഇവിടെ നിൽക്കാൻ വിസ്ഡം തയ്യാറുണ്ടോ? മൂന്നാമത്തെ ചോദ്യം, മരണപ്പെട്ടവർക്ക് തങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്ക് തന്നെ. എഴുതിയിരിക്കുകയാണ്. എന്താ? മരണപ്പെട്ടവർക്ക് തങ്ങളെ സഹായിക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചാൽ, ചോദിക്കണമെന്നില്ല കേട്ടോ, കഴിയും എന്ന് വിശ്വസിച്ചാൽ തന്നെ അതെന്താണ്? അത് ശിർക്ക് തന്നെ. കാരണം അത് സൃഷ്ടികളുടെ കഴിവിനതീതമാണ്. മരിച്ചോര് സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ്. എന്നിട്ട് പറയാം, ഇപ്രകാരം തന്നെയാണ് വിളിച്ചു തേടുന്നവരെ സഹായിക്കാൻ മലക്കുകൾക്കും ജിന്നുകൾക്കും കഴിയുമെന്ന വിശ്വാസവും. അപ്പൊ എന്താ? ജിന്നെ സഹായിക്കണേ, മലക്കെ രക്ഷിക്കണേ എന്ന് തേടിയാൽ അതിന് ഉത്തരം ചെയ്യാൻ, സഹായിക്കാൻ ജിന്നിനും മലക്കും കഴിയും എന്ന വിശ്വാസം ഏതുപോലെയാണ്? മരിച്ചോയവരോട് തേടിയാൽ അവർ സഹായിക്കുമെന്ന വിശ്വാസം പോലെ തന്നെയാണ്. എഴുതിയതാരാ? ഇസ്ലാഹാണ്. ആരായിരുന്നു? പത്രാധിപ സമിതി. അതുകൂടി കണ്ടോ? പത്രാധിപ സമിതി കൂടി കണ്ടോ? അതാ ഇവിടെ പെട്ടെന്ന് നടുവിലിട്ടിരിക്കുന്നത്. ഏതാ? ഹുസൈൻ സലഫി 2007, KK സക്കരിയ സൊലാഹി 2007, പി അബ്ദുൽ ജബ്ബാർ മൗലവി, അടുത്ത മാസം മാറ്റി എഴുതുന്ന അബ്ദുൽ ജബ്ബാർ മൗലവി. അദ്ദേഹത്തിന് പിന്നെ ഒരു മാസം മുമ്പുണ്ടായ വാദാണ് ഈ പറയുന്നത്. പിന്നെയോ ഷാഫി സൊലാഹി ചെങ്ങലേരി, ഇവരെ കൂട്ടത്തിൽപ്പെട്ട ആളുകളെ ഞാൻ എണ്ണുള്ളൂ. പിന്നെയോ ഫൈസൽ മുസ്ലിയാർ പുതുപറമ്പ്, ഫൈസൽ മുസ്ലിയാരുണ്ട്. ഫൈസൽ മുസ്ലിയാരുടെയും ഹുസൈൻ സലഫിയുടെയും പത്രാധിപ സമിതിയിൽ ഇറങ്ങിയ ലേഖനത്തിലാണ് പറയുന്നത്, മരിച്ചുപോയവരെ വിളിച്ചാൽ അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസം ശിർക്കായതുപോലെ തന്നെ ജിന്നിനോടും മലക്കിനോടും തേടിയാൽ അവർക്ക് ഉത്തരം ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസവും ശിർക്ക് തന്നെ. ഇതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അതും അതിന് മറുപടി പറഞ്ഞിട്ട് ഇനി കൊപ്രക്കളത്ത് പരിപാടി വെച്ചാൽ മതി. 3 ചോദ്യമുള്ള 3 ആദർശപരാണ്. മാലിക്കിന്റെ കോഞ്ഞാട്ട ചോദ്യമല്ല, വ്യക്തിഹത്യാ ചോദ്യമല്ല. ഒരു വ്യക്തിനെ ഇത് ബാധിക്കണില്ലല്ലോ, ആശയാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കൊപ്രക്കളത്ത് വന്നിട്ട് പ്രാർത്ഥന അട്ടിമറിച്ചു, പ്രാർത്ഥനയ്ക്ക് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞ പാരമ്പര്യത്തെ അട്ടിമറിച്ചു, മനുഷ്യ കഴിവ് എന്നത് മാറ്റി ശൈത്താന്റെ കഴിവാക്കി തീർത്തു. സൃഷ്ടി കഴിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ശൈത്താന്റെ കഴിവാ. മനുഷ്യ കഴിവ് എന്നത് മാറ്റി ശൈത്താന്റെ കഴിവ് കൂടി അതിലേക്ക് ചേർത്തിട്ട് പാവം അബ്ദുൽ ജബ്ബാർ മൗലവിന്റെ പേരിൽ ഒരു ഇല്ലാത്ത ആരോപണവും ചാർത്തിയിട്ട് എന്നിട്ടും പിന്നെ മുറുമുറുപ്പ് തീർന്നില്ല എന്ന് പറഞ്ഞല്ലോ. അരിയും തിന്ന് ആശാരിച്ചിനെയും കടിച്ച് എന്നിട്ട് ആർക്കോ മുറുമുറുപ്പ് തീർന്നില്ല എന്ന് പറഞ്ഞില്ലേ? ആ ഒരു മുറുമുറുപ്പ് തീരാത്ത ക്ലിപ്പ് അതുകൂടി കിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ആ 15ാമത്തെ ക്ലിപ്പ് കൂടി നിങ്ങളൊന്ന് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് തന്നെയാണ് കേരളക്കരയിൽ KM മൗലവിയും അതുപോലെ തന്നെ മഹാന്മാരായ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും പഠിപ്പിച്ചത്. ഈ തൗഹീദ് തിരുത്തുവാനോ മാറ്റം വരുത്തുവാനോ മായം കലർത്തുവാനോ അനുവദിക്കുകയില്ല. തിരുത്താൻ മൂപ്പര് അനുവദിക്കൂല, മായം കലർത്താനും അനുവദിക്കൂല, മാറ്റം വരുത്താനും അനുവദിക്കൂല. ഏതാ മൂപ്പര് തൗഹീദ്? ശൈത്താനോട് ചോദിച്ചാൽ ശിർക്കല്ല, മനുഷ്യനോട് ചോദിച്ചാൽ ശിർക്കാവാത്ത കാര്യം ശൈത്താനോട് തേടിയാലും ശിർക്കാവൂല എന്ന KM മൗലവി പഠിപ്പിച്ച അതിൽ മാറ്റം വരുത്താൻ ഞങ്ങൾ സമ്മതിക്കൂല. ആരാ? നമ്മൾ അഷ്റഫ് സുല്ലമിയാണ് ഈ പറയുന്നത്. നമുക്ക് തൗഹീദും പിന്നെ ദുആന്റെ ഒക്കെ തഅരീഫ് പറഞ്ഞെന്ന ആളാണ്. ഇപ്പൊ മൂപ്പര് മാറി. എന്നിട്ട് മൂപ്പര് പറയാണ്, ഈ ശൈത്താനെ വിളിച്ചാൽ ശിർക്കാവാത്തതും ശൈത്താനെ വിളിച്ചാൽ അനുവദനീയമാണ് എന്ന് പറയുന്നവർ സലഫികളാണ് എന്ന വാദവും അവതരിപ്പിക്കുന്ന തൗഹീദാണത്രേ. മാറ്റാൻ ഞങ്ങൾ സമ്മതിക്കൂല എന്ന് പറയും സുല്ലമി. KNMന്റെ കുട്ടികൾ സമ്മതിക്കൂല, ISMന്റെ ചെറുപ്പക്കാർ സമ്മതിക്കില്ല, KNMന്റെ നേതാക്കന്മാർ സമ്മതിക്കില്ല, KNMന്റെ പ്രവർത്തകന്മാർ സമ്മതിക്കില്ല, MGMന്റെ പ്രവർത്തകർ സമ്മതിക്കില്ല, MSMന്റെ പ്രവർത്തകന്മാർ സമ്മതിക്കില്ല, സ്റ്റുഡൻസ് വിങ്ങിന്റെ പ്രവർത്തകന്മാർ സമ്മതിക്കില്ല. അങ്ങനെയാണ് പറയേണ്ടത്. അല്ലാണ്ട് വിസ്ഡം സമ്മതിക്കൂല എന്ന് പറയരുത്. വിസ്ഡം സമ്മതിച്ചു. വിസ്ഡാണ് ആ പണി ചെയ്തത്. KM മൗലവി പഠിപ്പിച്ച
വക്കം മൗലവി പഠിപ്പിച്ച മനുഷ്യ കഴിവിന് അതീതം എന്നത് മാറ്റിയിട്ട് സൃഷ്ടി എന്ന് ചേർത്തിട്ട് ശൈത്താൻ അതിലേക്ക് കടത്തിയിട്ട് ശൈത്താന്റെ കഴിവിൽപ്പെട്ടത് ശൈത്താനോട് ചോദിച്ചാൽ ശിർക്കാവില്ലെന്ന പിഴച്ച വാദം പ്രചരിപ്പിച്ചു, തൗഹീദ് അട്ടിമറിച്ചു, തിരുത്തി, തകർത്തു. എന്നിട്ടും വന്നിട്ടെന്ന് പറയാ ഞങ്ങൾ സമ്മതിക്കൂല KM മൗലവി പഠിപ്പിച്ചിട്ടുള്ള തൗഹീദ് മാറ്റാൻ. നിങ്ങളല്ല, ഞങ്ങളാണ് സമ്മതിക്കാത്തത്. നിങ്ങൾ മാറ്റുന്നു, തകർക്കുന്നു, ചരിപ്പണമാക്കുന്നു, എന്നാൽ ഞങ്ങളത് സമ്മതിക്കൂല എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി വിശദമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമഗ്രമായ പ്രഭാഷണങ്ങളാണ് ബാക്കി നടക്കാനുള്ളത്. എല്ലാ ആളുകളും അത് ശ്രവിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. അത് കഴിയുന്നത് വരെ നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടാകണം. ഈ വിഷയം പഠിക്കാൻ, ഈ വിഷയം മനസ്സിലാക്കാൻ ആ പ്രഭാഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. വിസ്റ്റം വിഭാഗം പറഞ്ഞ ആദർശപരമായ വിഷയങ്ങളിലും അനിവാര്യമായ തെറ്റിദ്ധരിപ്പിക്കലുകളിലും കൈവച്ച് നമ്മൾ മുന്നോട്ട് പോകും. അതല്ലാതെ അവർ ഈ പറഞ്ഞ മറുപടി അർഹിക്കാത്ത ബാലിശമായ ഈ നോനികൾക്ക് മറുപടി പറയാനാണെങ്കിൽ അതിന് നമുക്ക് സമയം കളയാനില്ല. മറിച്ച് കൃത്യമായിട്ട് ഈ വിഷയങ്ങളിൽ മറുപടി പറയും. അതെല്ലാം നിങ്ങൾ കേട്ടും ശ്രദ്ധിച്ചും വേണം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ എന്ന് ഓർമ്മപ്പെടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മക്കളെ, നമ്മളെ എല്ലാവരെയും, നമ്മളെ കുടുംബത്തെ എല്ലാം തൗഹീദിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഉറപ്പിച്ച് നിർത്തുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല അവസാനം വരെ മരണം വരെ ഈ തൗഹീദിൽ ഉറച്ചു നിൽക്കാനും അല്ലാഹു അല്ലാത്ത ഒരാളിലേക്കും പ്രാർത്ഥനയോ ഇസ്തിആദത്തോ പോകാതെ അള്ളാഹുവിനോട് മാത്രം ഇസ്തിആനത്ത് നടത്തി, ഇസ്തിഗാസ നടത്തി, ഇസ്തിആദത്ത് നടത്തി മരിക്കുന്ന മുവഹിദുകളിൽ അള്ളാഹു നമ്മളെ ഉറപ്പിച്ച് നിർത്തുമാറാകട്ടെ. വക്കം മൗലവിയും KM മൗലവിയും പഠിപ്പിച്ച മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ പടച്ചവനല്ലാത്ത ഒരാളോടും സഹായം തേടാൻ പാടില്ലെന്ന പ്രാർത്ഥനയുടെ ആ വ്യാഖ്യാനത്തിൽ ഉറച്ചു നിന്ന് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന ആ തൗഹീദിൻ്റെ പാതയിൽ അള്ളാഹു നാം ഏവരെയും ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. ശൈത്താന്മാരോട് സഹായം തേടിയാൽ ശിർക്കാവില്ല എന്ന പഴച്ച വാദങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ.